ആ മരുന്നൊന്നും കുടിക്കാതെ വയറുവേദന മാറ്റാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് നമ്മുടെ ഈ മുദ്ര, നമ്മൾ അപാൻ മുദ്ര. ഈ മുദ്ര പിടിച്ചാൽ ഏത് ടൈപ്പ് വയറുവേദന ആയുർവേദ ചികിത്സ എന്ന ഹോമിയോപ്പതി ആരും ആയിക്കോട്ടെ 8ാം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മൾ വയർ എന്ന് പറയുന്നത്. വെളുത്തിട്ട് പാറുന്നത് ഇതുകൊണ്ട് പറ്റൂല. അപ്പോൾ അത് നമുക്ക് റിയാലിറ്റി ഉണ്ട്. വെളുത്തിട്ട് പാറുന്നുണ്ടെങ്കിൽ അവിടെ വെളുത്ത് പാറിക്കാനുള്ള വേറെന്തോ ഉണ്ടെന്നുള്ള ഇത് കണ്ടിട്ട് ഇങ്ങനെ മുദ്രയും പിടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. റൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ടൈറ്റിലിനെ പറ്റിയിട്ട് പറയാം. ടൈറ്റിലിന്റെ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ യൂഷ്വലി നമ്മൾ എപ്പോഴും ധാരാളം പങ്ക്തികൾ കാണാറുണ്ട് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ളത്. അപ്പൊ പൊതുവെ ഡോക്ടറോട് ചോദിക്കരുത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അതെന്താ ഡോക്ടറോട് ചോദിച്ചാൽ എന്നുള്ളത്. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്ന ചില റീൽസ് ഉണ്ട്. ഈ റീൽസിൽ വരുന്ന ആളുകളൊക്കെ അതിന്റെ അവതാരകരൊക്കെ ഒരു സ്റ്റെത്തും ഒരു വൈറ്റ് കോട്ടും ഒക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക. പലപ്പോഴും ഇവരെ പങ്കുവെക്കുന്ന അൺസയന്റിഫിക് കാര്യങ്ങളെ മറയ്ക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് പിടിക്കാനുള്ള ഒരു ഊന്നുവടിയായിട്ടാണ് ഈ ഒരു സ്റ്റെത്തിനെയും അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് കോട്ടിനെയൊക്കെ ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്റ്റെത്തും വൈറ്റ് കോട്ടും ഇട്ടതുകൊണ്ട് മാത്രം ഒരാളൊരു ഡോക്ടർ ആവുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങളും അതിപ്പോൾ ഈവൻ ഇഫ് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ധാരാളം മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സും പലപ്പോഴും അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. സോ നോ മാറ്റർ വെദർ ദേ ആർ മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ഓർ നോട്ട്, നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്നിലെ ഇത്തരം അൺസയന്റിഫിക് കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കുക എന്നുള്ളിടത്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകാരായിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റെ കൂടെ 3 പാനലിസ്റ്റുകളാണുള്ളത്. നമുക്ക് പാനലിസ്റ്റുകളെ പരിചയപ്പെടാം. CRനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചന്ദ്രശേഖർ രമേശ്, അദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. അതിലൊക്കെ ഉപരി ശാസ്ത്ര പ്രചാരകനാണ്. ലൂസി മലയാളം ചാനൽ കാണാത്ത ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ എസൻസ് വേദികളിലെയൊക്കെ നിറസാന്നിധ്യമാണ് CRനെ ഞാൻ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെയുള്ളത് നിഷാൻ കൈപ്പള്ളിയാണ്. അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശാസ്ത്ര പ്രചാരകനാണ്. നമ്മുടെ എസൻസ് വേദികളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രഭാഷകനാണ്. അതുപോലെ തന്നെ ഡോക്ടർ രാകേഷ്. കാര്യം സ്റ്റെത്തും വൈറ്റ് കോട്ടും ഒന്നും ഇല്ലെങ്കിലും ശരിക്കുള്ള ഒരു ഡോക്ടർ തന്നെയാണ് രാകേഷ് ഡോക്ടർ. ഇത്തരം ഡോക്ടേഴ്സിനോട് ഡെഫിനറ്റ്ലി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഡോക്ടറും ഒരു എന്താ പറയുക ശാസ്ത്ര പ്രചാരകനാണ്. എസൻസ് വേദികളിൽ നിരവധി പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. നമ്മൾ ടൈറ്റിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്ന റീലുകളെല്ലാം ഇത്തരം അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ആളുകളാണ് പ്രചരിപ്പിക്കുന്ന റീലുകളാണ്. അല്ലെങ്കിൽ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ചെയ്യുന്ന റീലൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള റീൽസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും പലപ്പോഴും മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം പ്രചരിപ്പിക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വൈസ് പേഷ്യൻസിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ കൊടുക്കുന്നത് ശരിക്കും എന്താ പറയുക, നമ്മൾ നിർഭാഗ്യകരമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശാസ്ത്രീയമായ വൈദ്യം പരിശീലിക്കുകയും അതിനുശേഷം അശാസ്ത്രീയമായ പ്രാക്ടീസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമെന്നതിൽ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശാസ്ത്രബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ആദ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സംശയം നിവാരണം ചെയ്തു തരേണ്ടത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ ഒരു പേഷ്യൻ്റ് റൈറ്റായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ലോകമെമ്പാടും അംഗീകരിച്ചിരുന്ന സംഗതിയാണ് സെക്കൻഡ് അഡ്വൈസ് ചോദിക്കുന്നതിനുള്ള സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുന്നതിനുള്ളത് ഒരു പേഷ്യൻ്റ് റൈറ്റായിട്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ 17 പേഷ്യൻ്റ് റൈറ്റ്സിൻ്റെ ഒരു ചാർട്ടർ പബ്ലിഷ് ചെയ്തു. അതിൽ ഒരു റൈറ്റാണ് സെക്കൻഡ് ഒപ്പീനിയനുള്ള റൈറ്റ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് ഇത്തരത്തിലുള്ള സംഗതികളിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രതിവിധി എന്നതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ടും ശാസ്ത്രബോധം ഉണ്ടായിരിക്കും. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, സെക്കൻഡ് ഒപ്പീനിയനുള്ള സാധ്യത ഉപയോഗപ്പെടുത്തുക. തികച്ചും അശാസ്ത്രീയവുമായിട്ടുള്ള ഉപദേശങ്ങൾ കിട്ടുന്ന ഡോക്ടർമാരെ
നമുക്ക് നിയമപരമായി തന്നെ സമീപിക്കേണ്ടുന്ന ഒരു നിലയാണ് വാസ്തവത്തിലുള്ളത്. പക്ഷേ നമ്മുടെ മെഡിക്കൽ കൗൺസിലുകൾ അത് വളരെ ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. വളരെ ക്രിട്ടിക്കലി നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നിടത്താണ് ഇത്തരക്കാരെയൊക്കെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്നത്. അവിടുന്ന് മറ്റൊരു ചോദ്യം കൈപ്പള്ളിയിലേക്ക് വരാൻ തോന്നുന്നു. അതായത് നമ്മളിന്ന് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന മിസ്ഇൻഫർമേഷനാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്, മെൻസ്ട്രൽ ബ്ലഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലഡ് സ്വന്തം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ മാസ്കിങ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനെ പറ്റിയിട്ടുള്ള ധാരാളം വീഡിയോയും ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശരിക്കും എന്താണ് ഈ മെൻസ്ട്രൽ മാസ്കിങ്? അതിൻ്റെ പിന്നിലത്തെ വസ്തുത എന്താണ്? താങ്ക് യു. നല്ല ഒരു പലരും ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊരു ഞെട്ടലുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അതായത് ആർത്തവ രക്തം എടുത്ത് മുഖത്ത് പുരട്ടുക, അത് പുരട്ടുന്നത് വഴി ചർമ്മം വീണ്ടും റീജുവിനേറ്റ് ആവും, വീണ്ടും ചർമ്മകാന്തി വർദ്ധിക്കും. അപ്പോൾ ഇത് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലും ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിലും പല രാജ്യങ്ങളിൽ കുറേ സ്ത്രീകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഈ ചർമ്മകാന്തി കുറഞ്ഞ സ്ത്രീകളൊന്നും അല്ല ഇത് ചെയ്ത് കാണിക്കുന്നത്. നല്ല സുന്ദരികളായിട്ടുള്ള നല്ല പെർഫെക്റ്റ് സ്കിന്നൊക്കെ ഉള്ളവർ തന്നെ ഇതിങ്ങനെ ഈ മെൻസ്ട്രൽ ബ്ലഡ് അത് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇതവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ബട്ട് ഇതിലൊരു അല്പം ഒരു ശാസ്ത്രമുണ്ട്, ഇതിൽ ചെറുതായിട്ടൊരു സയൻസ് ഉണ്ട്. ഈ മീസോകൈമൽ സ്ട്രോമൽ സെൽസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളായിട്ട്, ഇപ്പോൾ ബോൺ മാരോ, നമ്മുടെ അതുപോലെ തന്നെ അംബിലിക്കൽ കോഡ് ബ്ലഡ്, അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും ശരീരത്തിൽ ഈ പ്ലൂറിപൊട്ടൻസി ഉള്ള സെല്ലുകളുണ്ട്. എന്തായിട്ട് വേണമെങ്കിലും അതിനെ രൂപം പ്രാപിക്കാൻ ശേഷിയുള്ള സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെല്ലാണ്, അങ്ങനെയുള്ള സെൽസ് അടങ്ങുന്നതാണ് ഈ മെൻസ്ട്രൽ ബ്ലഡ്. അപ്പം ഇത് അതേ രൂപത്തിൽ ഒരു വിസർജ്യ വസ്തു നമ്മുടെ മുഖത്ത് പുരട്ടിയാൽ എന്തെല്ലാമാണ് സംഭവിക്കുക, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകുക? ഒന്നാമത് ഏനസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് വെജൈന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കണ്ടാമിനേഷൻ, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു വസ്തുവല്ല, അതിലൊരു കണ്ടാമിനേഷൻ ഉണ്ടാവാം. ഈ കോളായി അതുപോലുള്ള പല നമ്മുടെ ഗട്ട് ബയോമിലുള്ള വിസർജനത്തിൽ കൂടി പോകുന്ന പല ബാക്ടീരിയയും അതിലുണ്ടാവുകയും അത് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. മുഖത്ത് ഒരുപാട് പോർസ് ഉണ്ട്, ഒരുപാട് സുഷിരങ്ങളുണ്ട്, അതിൽ കൂടി ഫർദർ കണ്ടാമിനേഷൻ, ഫർദർ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലഡിലുള്ള എന്തെങ്കിലും ഐസൊലേറ്റ് ചെയ്യുമ്പോൾ അത് സെൻട്രിഫ്യൂജ് വഴിയാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അത് അങ്ങനെ തന്നെ എടുത്തല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് അതിലുള്ള ഈ പറഞ്ഞ ഈ സ്ട്രോമൽ സെൽസ് ഐസൊലേറ്റ് ചെയ്ത് റിസർച്ചിൽ ഉപയോഗിക്കുന്ന വസ്തു കൂടിയാണ്. അങ്ങനെയുള്ള സയൻസ് അവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ മെൻസ്ട്രൽ ബ്ലഡ് അപ്പാടെ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായ ഒരു അശാസ്ത്രീയതയുണ്ട്, പാർഷ്യൽ ട്രൂത്ത്. അതായത് ഭാഗികമായ ചില വസ്തുതകൾ അവിടെ നിലനിൽക്കുമ്പോൾ അതിനെ ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് കേട്ട പാതി കേൾക്കാത്ത പാതി അതിനെ മുഖത്ത് പുരട്ടുന്നത് വഴി പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്? ഇനി അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ സ്ട്രോമൽ സെൽസ് എന്ന് പറയുന്നത് മീസോകൈമൽ സ്ട്രോമൽ സെൽസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു സെല്ലാണത്, അതൊരു മോളിക്യൂൾ അല്ല, ഇറ്റ്സ് എ സെൽ. ഒരു സെല്ലിൻ്റെ വലിപ്പം ഏകദേശം ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഒരു കടുകുമണിയുടെ വലിപ്പമാണ് നമ്മുടെ ശരീരത്തിലുള്ള പോർസ്, അതായത് സുഷിരം. 500 ഡാൽട്ടൺസ്, ആ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. 500 ഡാൽട്ടൺസ് ആണ് ഏറ്റവും ചെറിയ ഒരു മോളിക്യൂളിന് ശരീരത്തിലേക്ക്, ചർമ്മത്തിലേക്ക് കടക്കാനുള്ള സ്പേസ്. ഇതെന്ന് പറയുന്നത് ഒരു കടുകുമണിയുടെ വലിപ്പമാണ് 500 ഡാൽട്ടൺസ് ആണെങ്കിൽ 150 മീറ്റർ വലിപ്പമുള്ള ഒരു ഫുട്ബോൾ ഫീൽഡാണ് ഈ പറഞ്ഞ സ്ട്രോമൽ സെൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പോകുന്നത്? ദർ ഇസ് നോ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഒരു വിധത്തിലും അത് വർക്ക് ചെയ്യില്ല. അത് ശരീരത്തിൽ ഒരു ഇഫക്റ്റ് ഉണ്ടായാലും നാറിക്കൊണ്ട് ഇങ്ങനെ നടക്കാം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല.
ഓക്കെ, സോ നമുക്കൊരു റീല് കണ്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇനി പീരീഡ്സിന്റെ പെയിൻ ഉണ്ടാവില്ല. വയറുവേദന എന്ന് പറയുമ്പോൾ സത്യത്തിൽ വയറുവേദനക്ക് പല മരുന്നും നമ്മൾ കുടിക്കാറുണ്ടല്ലേ. ആ മരുന്നൊന്നും കുടിക്കാതെ വയറുവേദന മാറ്റാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് നമ്മുടെ ഈ മുദ്ര, നമ്മൾ അപാൻ മുദ്ര. ഈ മുദ്ര പിടിച്ചാൽ ഏത് ടൈപ്പ് വയറുവേദന മാറും. ഏത് ടൈപ്പ് വയറുവേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പെയിൻ, പീരീഡ്സിന്റെ പെയിൻ, പീരീഡ് സംബന്ധമായിട്ടുള്ള ഏത് പെയിൻ ആണെങ്കിലും സ്ത്രീജന്യ രോഗങ്ങൾക്ക് ഉണ്ടാകുന്ന അകമൻ പെയിനിലെല്ലാം ഈ മുദ്ര എഫക്ട് ചെയ്യുന്ന മുദ്രയാണ്. സ്റ്റൊമക് പെയിൻ മാത്രമല്ല, മൂത്രം പോകാത്തതിന്, ബ്ലീഡിങ് ഓവർ ആയാൽ, ബ്ലീഡിംഗ് ഇല്ലെങ്കിൽ എല്ലാം ഈ മുദ്ര എഫക്ട് ചെയ്യും. നിങ്ങളൊന്ന് പിടിച്ചു നോക്കും. സ്ത്രീകൾക്കോ മറ്റോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മാസമുറ സംബന്ധമായിട്ട് അധികഠിനമായ വേദനകൾ ഉള്ളവരുണ്ടെങ്കിൽ അവർ ഇവർ 15 മിനിറ്റ് 4 നേരം നേരത്തെ പിടിക്കുക, എങ്കിൽ അവർക്ക് ഈ പീരീഡ്സിന്റെ പെയിൻ ഉണ്ടാവില്ല. ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം, നിങ്ങൾക്ക് ഇതൊരു തമാശയായിരിക്കാം. പക്ഷെ പല ആളുകളും ഇത് കണ്ടിട്ട് ഇങ്ങനെ മുദ്രയും പിടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. സോ ഇത്തരം വീഡിയോയ്ക്കൊക്കെ കിട്ടുന്ന സ്വീകാര്യത അത്രയും വലുതാണ്. ഇപ്പൊ നമ്മളിവിടെ മെൻസ്ട്രൽ ബ്ലഡിന്റെ കാര്യം അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലഡ് യൂസ് ചെയ്ത് മാസ്കിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനോട് ചേർത്ത് നിർത്തി തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പീരീഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ. പല ആളുകളും ഇത്തരത്തിലുള്ള ചില ലേഹ്യങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പം പീരീഡ്സിന്റെ പെയിന് നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? ഇപ്പം പെയിൻ കില്ലേഴ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇതിനകത്ത് പീരിയഡ്സിന്റെ പെയിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ അഡ്വൈസ്, കൺസൾട്ട് എ പ്രോപ്പർ മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ളതാണ്. പക്ഷേ പീരിയഡ്സിന്റെ പെയിൻ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഈവൻ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക് പോലും അറിയാവുന്നതാണ്. അതായത് സ്ത്രീകൾക്ക് മാസമുറ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ അതെന്തുകൊണ്ടാണ്? യൂട്രസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിന് ചുരുങ്ങുന്നതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിനെ പുറത്തോട്ട് കളയണമല്ലോ. ഈ ഉണ്ടായിട്ടുള്ള ബേസിക് ആയിട്ടുണ്ടായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം പുറത്ത് കളയാനായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് യൂഷ്വലി ക്രാമ്പ് ആയിട്ട് അല്ലെങ്കിൽ വേദനയായിട്ട് വരുന്നത്. വെട്ടി വലിഞ്ഞ് വരുന്ന പെയിനാണ്. അപ്പോൾ അതെവിടെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ട റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ പെയിൻ എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് സാധാരണ ഡോക്ടർമാർ അത് മനസ്സിലാക്കിയിട്ടുള്ള മരുന്നാണ് തന്നെ. ഇദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചോ, സ്റ്റൊമക്ക് എന്നൊരു വാക്കാണ് ഉദ്ദേശിച്ചത്. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഏത് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ ചിത്രം സഹിതം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ വേറെ ഏത് ബ്രാഞ്ചിലോട്ട് തിരിഞ്ഞു പോയ ആളാണെങ്കിലും, അതായത് മുദ്ര ചികിത്സകനോ യോഗ ചികിത്സകനോ ആയുർവേദ ചികിത്സകനോ ഹോമിയോപ്പതി ആരും ആയിക്കോട്ടെ, 8ാം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഞാൻ വരച്ചിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, ബയോളജിയിൽ ചോദ്യമായി ചോദിച്ചിട്ട്. അതിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് സ്റ്റൊമക്ക്, അല്ലെങ്കിൽ നമ്മൾ വയർ എന്ന് പറയുന്നത്. മലയാളത്തിൽ വയറെന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ വരുമായിരിക്കാം നമ്മൾ സാധാരണ ടേമിൽ പറയുമ്പോൾ. പക്ഷേ യൂട്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗർഭാശയവും അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല സ്റ്റൊമക്ക്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മുദ്ര പിടിച്ചാൽ വേദന കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും ചെയ്തില്ലെങ്കിൽ വേദന കുറയുമെങ്കിൽ ചിലപ്പോൾ മുദ്ര പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേദന കുറയ്ക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്പാസം ഉണ്ടാവുമ്പോൾ വേദന സംഹാരികൾ ഏതെടുക്കണമോ അത് ഡോക്ടറുടെ അഡ്വൈസോടുകൂടി എടുക്കുക എന്നുള്ളതാണ്. സാധാരണ ടീനേജേഴ്സിൽ അതുപോലെയുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഈ പ്രശ്നം. ആദ്യമായി മാസമുറ വന്നു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് പ്രായം വരെയാണുള്ളത്. അതും സാധാരണഗതിയിൽ അതിനൊരു പ്രീഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരുടെ വീട്ടിൽ തന്നെയാണ് ഇത് കാണാറ്. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ വേദനയുടെ പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ മുദ്ര കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ഇനി വേറെ മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം തന്നെ ഇതിനു മുമ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്നാൽ പിടിക്കേണ്ട മുദ്ര. ആ മുദ്ര മറ്റേ ഈ അടുത്ത കാലത്ത് മറ്റേ ഡൈസറ എന്ന് പറഞ്ഞ സിനിമ വല്ലതും കണ്ടോ? അതിൽ കിണറ്റിൽ നിന്ന് കിടക്കുന്ന ആൾ ഇരിക്കുന്ന പോലെ ആ മുദ്ര പിടിച്ചുകൊണ്ട് സമാധിയായി അവിടെ ഇരിക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല. റൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, സോ നമുക്ക് മറ്റൊരു റീല് കാണാം. ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനൊക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആൻഡ് ഈവൻ ടോൺ ആക്കാനുള്ള ഐറ്റം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടതൈൻ ടാബ്ലറ്റ്. സിമ്പിൾ പരിപാടിയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ശേഷം ജസ്റ്റ് ഒരു ഗ്ലാസ് വാട്ടറിൽ ഇതിലൊരു ടാബ്ലറ്റ് ഇടുക, ഫിസ് വന്നതിന് ശേഷം അത് കുടിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. ഇതിൽ നോ ആഡഡ് ഷുഗർ ആണ്, 0 സൈഡ് എഫക്ട്സ് ആണ്. ഈ ടാബ്ലറ്റിൽ 600 mg ഗ്ലൂട്ടതൈനോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് ആണ് വരുന്നത്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറാനും ഡ്രൈനസ് മാറാനും അതുപോലെ സ്കിൻ നല്ല ബ്രൈറ്റ് ആൻഡ് ഈവൻ ടോൺ ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സിയുടെ കൂടെ ഗ്ലൂട്ടതൈൻ നന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ മാറി ബ്രൈറ്റ് ആൻഡ് ഈവൻ ടോൺ ആക്കും. HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടതൈനിൽ ഹയർ ഡോസ് ഓഫ് ഗ്ലൂട്ടതൈൻ ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവ് ആണ്, നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഗ്ലൂട്ടതൈൻ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലെ മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യും. ഒപ്പം നല്ല ഹെൽത്തി സ്കിൻ ഉണ്ട്. 2 to 3 months കറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാറുള്ള ഒരു വീഡിയോ ആണ് സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഈ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സപ്ലിമെന്റ്സ് ഇപ്പോൾ
ഇത്തരത്തിലുള്ള വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് വെള്ളത്തിലിട്ട് കഴിച്ചാൽ മതി, സംഭവം സിമ്പിൾ ആണ് ആൻഡ് നോ സൈഡ് എഫക്ട്സ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ശരിക്കും ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇത് വർക്ക് ചെയ്യോ? എന്താണ് ഇതിന്റെ പിന്നിലത്തെ സയൻസ്? നമ്മുടെ നാട്ടിൽ ധാരാളം ഈ ഫേസ് ക്രീംസും അതുപോലെ വെളുക്കാനുള്ള ക്രീമുകൾ ചിലവാകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വെളുക്കാനുള്ള ക്രീമുകളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സംഗതി, നമ്മൾ റിയലിസ്റ്റിക് ആകുക, യാഥാർത്ഥ്യബോധമുള്ളവരാകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മുടെ തൊലി, ഇന്ത്യയിലുള്ള ആളുകളുടെ തൊലി എന്തുകൊണ്ട് കറുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഡാർക്കർ ടോണിലിരിക്കുന്നു എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ വളരെയധികം വെയിലടിക്കുന്ന ഒരു ഭൂമിയുടെ അത്തരത്തിലൊരു പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഈ വെയിലിലുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലുള്ള UV രശ്മിയിൽ നിന്നുള്ളൊരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തൊലിക്കൊരു ഇരുണ്ട നിറം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ച് ഇപ്പോൾ ഈ ഒരു കുറച്ചുകൂടെ ഒരു ലൈറ്റർ സ്കിൻ ടോൺ ആക്കി എടുക്കാനുള്ള സംഗതികൾ ഇത്തരത്തിൽ ഇരുണ്ട നിറമുള്ള എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോണിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ ഒരു ഷോർട്ട് പെപ്റ്റൈഡാണ്, ചെറിയ ഒരു പെപ്റ്റൈഡാണ്. അത് തൊലിപ്പുറത്ത് പ്രയോഗിക്കുന്ന നിലയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗുളികയായിട്ട് കഴിക്കുന്നുണ്ട്, ഇഞ്ചെക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുളികയായിട്ട് കഴിക്കുകയും അതുപോലെ തൊലിപ്പുറത്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആഗിരണം ചെയ്യുന്നതിൻ്റെ അളവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇത് ആഗിരണം ചെയ്തതിൻ്റെ അളവ് വളരെ കുറവാണെന്നുള്ളതും ഇത് നമുക്ക് ഒരു തൊലിയിലെ പിന്നെ സ്കിന്നിൻ്റെ ഷെയ്ഡ് മാറ്റാൻ കഴിയുന്നത് വളരെ ചെറിയ അളവിൽ ഒരു ലൈറ്റർ സ്കിൻ ടോണിലോട്ട് മാറ്റാൻ അതിനെക്കൊണ്ട് പറ്റും. പക്ഷെ അത് അത്രയേ പറ്റുമെന്നും അത് ടെമ്പററി ആയിട്ട് മാത്രമേ പറ്റുമെന്നും ഉള്ള ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം തൊലിപ്പുറത്ത് പുരട്ടുന്ന ചില ക്രീമുകളിൽ ഗ്ലൂട്ടാത്തയോണുണ്ട്, കഴിക്കുന്ന ഗുളികകളുണ്ട്. അപ്പോൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ചില ക്രീമുകളിൽ പക്ഷേ ചിലതിൽ നമ്മൾ വെളുത്തിട്ട് പാറുന്ന ക്രീമുകളൊക്കെ ഉണ്ട്. വെളുത്തിട്ട് പാറുന്നത് ഇതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അത് നമുക്ക് റിയാലിറ്റി ഉണ്ട്. വെളുത്തിട്ട് പാറുന്നുണ്ടെങ്കിൽ അവിടെ വെളുത്ത് പാറിക്കാനുള്ള വേറെന്തോ ഉണ്ടെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ വെളുത്ത് പാറിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് മെർക്കുറി. ഈ പല നമ്മളെ മാജിക് റെമഡീസ് ആയിട്ട് ഇതിന് കൊടുക്കുന്ന പല സംഗതികളിലും മെർക്കുറി ഉണ്ട്. അപ്പോൾ വെളുത്തിട്ട് പാറും, പക്ഷേ കിഡ്നി കൂടെ പോവും. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കണ്ടെത്തിയ ഡോക്ടർമാർ മാധ്യമങ്ങളെ അറിയിച്ച് അത് വാർത്തയായി നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കുക, ശാസ്ത്രബോധം ഉണ്ടായിരിക്കുക ഇത്തരം സംഗതികൾ ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ് ഇതിൽ ഒരു സംഗതി. അതുപോലെ തന്നെ വേറൊരു സംഗതിയാണ് ഗ്ലൂട്ടാത്തയോണിനെ സംബന്ധിക്കുന്നൊരു പിന്നെ ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചറായിട്ട് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പം നമ്മുടെ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് ഒരു മിനിമം ലെവലിൽ വേണ്ടുന്നൊരു സംഗതി കൂടിയാണ്. നമ്മളെപ്പോഴും ആൻറ്റി ഓക്സിഡൻസ് ഇങ്ങനെ വാരി കോരി കഴിക്കാം, നമുക്ക് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതാണ് എന്നൊരു ധാരണ ഉണ്ടായിരിക്കാൻ പാടില്ല. മറ്റെല്ലാ സംവിധാനങ്ങളും പോലെ തന്നെ നമ്മുടെ ശരീരം ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിന്ന് പോകുന്നതാണ്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും സന്തുലിതാവസ്ഥയിൽ നിന്ന് പോകുന്നതാണ് ആരോഗ്യകരമായൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ആൻറ്റി ഓക്സിഡൻസ്, ഗ്ലൂട്ടാത്തയോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻസ് അധികമായി ചെല്ലുന്നത് തീർച്ചയായിട്ടും ഗുണകരമായ സംഗതിയല്ല. അതുപോലെ തന്നെ പിന്നെ ഈ ഗ്ലൂട്ടാത്തയോൺ ഒരു ഷോർട്ട് പെപ്റ്റൈഡ് ആണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആരോഗ്യകരമായൊരു ജീവിതശൈലി പിന്തുടരുമ്പോഴത്തേക്കും നമ്മുടെ സമീകൃതമായ ആഹാരത്തിൽ നിന്ന് ഈ ഗ്ലൂട്ടാത്തയോൺ നോർമലായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പിന്നെ അമിനോ ആസിഡുകൾ നമുക്ക് ലഭിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യാനുസരണമുള്ള ഗ്ലൂട്ടാത്തയോൺ ഉണ്ടായിക്കൊള്ളുകയും ചെയ്യും. അതിന് നമ്മൾ ഇങ്ങനെ ധാരാളമായി വാരി കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് യാഥാർത്ഥ്യബോധവും ശാസ്ത്രബോധവും ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സപ്ലിമെന്റ്സ് നമുക്ക് എപ്പോഴും ഒരു ഹരമാണ്. നമ്മൾ ഇങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സപ്ലിമെന്റ്സ്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ പോലെ തന്നെ ഇങ്ങനെ വാരി കഴിക്കുന്ന ഒരു സാധനമാണ് omega-3. അപ്പോൾ omega-3 കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ? omega-3 അങ്ങനെ വാരി പിറകെ കഴിക്കാൻ പറ്റുന്ന സാധനമാണോ? അതുപോലെ തന്നെ ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് എന്നൊരിക്കലും ഇത് പറയപ്പെട്ട് കാണാറില്ല, omega-3 എന്നേ പറയാറുള്ളൂ. അതിന്റെ പിന്നിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? യെസ്, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് അസുഖമില്ല, നമ്മൾ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ബാലൻസ്ഡ് ഡയറ്റും കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതൊന്നും ഒരു ആവശ്യം വരുന്നില്ല. ഈ omega-3 കഴിക്കേണ്ട അവസ്ഥ വരുന്നത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഹൈപ്പർ ട്രൈഗ്ലിസഡീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ്. വെൻ യുവർ ട്രൈഗ്ലിസറൈഡ്സ് ആർ അബവ്
500 അല്ല 150 മുകളിൽ വരുമ്പോഴാണ്. അപ്പോൾ 150 മുകളിൽ വരുന്നത് വരെ നമ്മൾ യൂഷ്വലി കാത്തിരിക്കില്ല, നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ അവരാണ് ഇത് മെഡിക്കേഷനായിട്ട് തരുന്നത്. അത് അവർ ഫിഷ് ഓയിൽ അല്ല തരുന്നത്. അതിൻ്റെ അകത്തുള്ള omega-3 എന്ന് പറയുന്നത് ഡോസേജ് അനുസരിച്ചുള്ള omega-3 ക്യാപ്സ്യൂൾസാണ്. ഈ omega-3 എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് പരസ്യം ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മോസ്റ്റ്ലി ഫിഷ് ഓയിൽ. ഈ ഫിഷ് ഓയിൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫിഷ് ഓയിൽ ഈ മത്സ്യം പിടിക്കുമ്പോൾ ഈ പാഴ് ഫിഷുകളുണ്ട്, അതായത് ഈ വിൽക്കാൻ പറ്റാത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം കൂടി അരച്ച് കലക്കി ഉണ്ടാക്കുന്ന റാൻസിഡ് ആയിട്ടുള്ള, അതായത് ഹൈലി ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കെട്ട മീൻ, അഴുക്ക മീൻ, അതാണ് ഇതിനെ എണ്ണയാക്കി ഇവർ പ്യൂരിഫൈ ചെയ്തിട്ട് ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഇത് നമുക്ക് തരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പരസ്യങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ omega-3 മറ്റ് omega-3യെക്കാളും മെച്ചപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത്. അവരാരും omega-3 നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് പറയുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അത് അതിൻ്റെ അകത്ത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിവുള്ളതല്ലേ omega-3 നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞങ്ങളുടെ omega-3 മറ്റവൻ്റെ omega-3യെക്കാളും മെച്ചപ്പെട്ടതാണ്. ഈ രീതിയിലാണ് ഇവർ പരസ്യം ചെയ്യുന്നത്. omega-3 എക്സസ് കഴിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ കഴിച്ചാൽ എന്ത് പറ്റും? അതൊരു കാർസിനോജനാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത 43%. അപ്പോൾ ഈ omega-3 കഴിക്കുന്നതിന് എന്തിനാണെന്ന് പറഞ്ഞിട്ടാണ്? ഈ പറഞ്ഞ ക്യാൻസേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഇൻഫ്ലമേറ്ററി ആണ്, അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പക്ഷേ ഈ ഒരു യു കർവാണ് ഇത്. അതായത് ഇത് വളരെ കുറച്ച് കഴിച്ചാലും കുഴപ്പമാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും. അതെങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്? നമ്മൾ നല്ല മീൻ കഴിക്കുക, മത്തി, അതുപോലുള്ള സീ ഫുഡ്, ഇതെല്ലാം കഴിക്കുമ്പം, അതായത് അഴുക്ക മീനല്ല, നല്ല മീൻ കഴിക്കുക. അല്ലാതെ ഈ ചള്ള് മീനിന് ഈ കുപ്പിക്കകത്ത് ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്താക്കി ഈ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ഇതിൻ്റെ ഡോസേജിന് യാതൊരു നിബന്ധനയില്ല. ചിലർ 2 ടാബ്ലറ്റ് കഴിക്കും, ചിലർ 1 ടാബ്ലറ്റ് കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഡെയിലി നിങ്ങളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇസ് വെരി ഹൈ. ഇത് മാത്രമല്ല, പല രോഗങ്ങളും ഇതുമൂലം ഉണ്ടാകും. ഇതാണ് NEM, നാച്ചുറൽ എക്സെൽ മെംബ്രെയിൻ, നമ്മുടെ മുട്ടയുടെ പാട. ആൾ ഇങ്ങനെ പറയുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല. NEM അടങ്ങിയ ഒരു സപ്ലിമെന്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ഒരു ഗുളികയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 150 രൂപ മുതൽ 400-500 രൂപ വരെ വരും. 150 രൂപയുടെ ഒരു ഗുളിക എന്ന് പറയുമ്പോൾ സ്ട്രിപ്പിൽ 10 എണ്ണം 1500 രൂപ അങ്ങനെ തന്നെ വരും. അതും 10 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. 1000 വില വരും NEM അടങ്ങിയ മരുന്നുകൾ നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. ഇത് സാധാരണ തേയ്മാനം, മുട്ട് തേയ്മാനം അല്ലെങ്കിൽ മറ്റ് ഡിസ്കിലെ തേയ്മാനം, അതുപോലുള്ള തേയ്മാന രോഗങ്ങളിലാണ് കൂടുതൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ചെറിയ ശീലം നമ്മൾ അത് തുടരാമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. എന്തായാലും നമ്മൾ 2 മുട്ട ദിവസം കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ആ മുട്ടയുടെ തോട് അങ്ങനെ തന്നെ കളയാതെ അതിൽ നിന്നും പാട ഇതുപോലെ എടുത്ത് നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് തന്നെ കുറച്ച് മുറിച്ച് ഇടുകയോ അങ്ങനെ തന്നെ ഇടുകയോ ചെയ്താൽ ഒരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല. അതൊരു ശീലമാക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് ഒട്ടനവധി ബെനിഫിറ്റ്സ് ആണ്. പ്രത്യേകിച്ച് സന്ധികളിൽ ഒരു ദിവസം നമുക്ക് ശരാശരി 500 മില്ലിഗ്രാം എക്സൽ മെംബ്രെയിൻ കിട്ടണം. അതിനുവേണ്ടി ഒരു 7-8 മുട്ടയിൽ നിന്നും പാടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് പറ്റുള്ളൂ. അത് പ്രാക്ടിക്കലി നടക്കില്ല. നമ്മൾ എന്തായാലും 2 മുട്ട ദിവസം കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. 2 മുട്ടയിൽ നിന്നും പാടെടുത്ത് നമ്മൾ അത് തന്നെ ഭക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100-120 മില്ലിഗ്രാമോളം കിട്ടും. അത് തന്നെ നിത്യം ശീലിക്കാമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് തേയ്മാനത്തിന്റെ സാധ്യതയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 2 മുട്ട കഴിക്കാം എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ മുട്ടയുടെ കൂടെയുള്ള ആ ഒരു മെംബ്രെയിൻ നമുക്ക് കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ, തേയ്മാനം മാറ്റുമോ, എന്താണ് CR പറയാനുള്ളത്? ഇദ്ദേഹം ഒരു ആയുർവേദിക് ഫിസിഷ്യനാണ്. പക്ഷേ ആയുർവേദ മരുന്ന് കഴിക്കാനൊന്നുമല്ല. പുള്ളി വളരെ നല്ലൊരു റെക്കമെൻഡേഷനാണ് തന്നത്. ദിവസവും നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആവശ്യങ്ങൾക്കായിട്ട് 2 മുട്ട കഴിക്കാം. അതല്ലാതെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇദ്ദേഹം മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അതായത് നാച്ചുറൽ എക്സെൽ മെംബ്രെയിൻ NEM എന്ന് പറഞ്ഞ സാധനമാണ്. അതടങ്ങിയിട്ടുള്ള ഗുളികകളൊക്കെ കിട്ടുന്നുണ്ട്. അതിന് വളരെ വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുട്ടയ്ക്കകത്തു നിന്നുള്ള എക്സെൽ മെംബ്രെയിൻ എടുത്ത് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് ഈ ആയുർവേദ മരുന്നുകൾ നമ്മൾ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല എന്നുള്ള സിമ്പിൾ ലോജിക്ക് അദ്ദേഹത്തിന് പോലും ഉണ്ട് ഈ പറഞ്ഞതിൽ നിന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ശരിക്കും ഈ NEM അല്ലെങ്കിൽ നാച്ചുറൽ എക്സെൽ മെംബ്രെയിൻ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗുളികയായിട്ട് കഴിച്ചാൽ ഉണ്ടോ എന്നുള്ളതാണ്. കുറേ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ, വളരെ കൃത്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. നടത്തിയ ഡോസ് എന്ന് പറയുന്നത് 300 മില്ലിഗ്രാം മുതൽ 500 മില്ലിഗ്രാം വരെയുള്ള ഡോസാണ്. അപ്പോൾ എന്തിനാണ് ഈ മുട്ടയുടെ ഈ മെംബ്രെയിൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇതിനകത്ത് 3 കാര്യം ഇപ്പോൾ നേരത്തെയുള്ള ഡോക്ടർ അനൂപൊക്കെ സംസാരിച്ചായിരുന്നു. ഓർത്തോപീഡീഷ്യൻസിൻ്റെ അടുത്ത് പോവുകയാണ്, ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ചിലപ്പോൾ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ ആ സ്ഥലത്ത് ഒരു ലൂബ്രിക്കേഷൻ, കുറച്ച് വിസ്കസ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അത് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അതുപോലെ കൊളാജനുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചത്, കണ്ടില്ലായിരുന്നോ? 20% കൊളാജൻ. ഇപ്പം അതിനകത്ത് 1, 5, 10 എന്നൊക്കെ പറഞ്ഞ കൊളാജൻ ഉണ്ട്. അതുപോലെ തന്നെ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞ വേറൊരു സംഗതിയുണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ശാസ്ത്രീയമായ തെളിവുള്ളത്, ഞാനത് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പരീക്ഷണം നടത്തിയിട്ട് എങ്ങനെയാണ് 300 മുതൽ 500 മില്ലിഗ്രാം വരെ മിനിമം എഫക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് 300 മില്ലിഗ്രാമാണ്. മിനിമം 300 മില്ലിഗ്രാം എങ്കിലും കഴിക്കണം. ഈ 2 എണ്ണം എടുത്ത് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു കാര്യം 120 മില്ലിഗ്രാമേ ആവുന്നുള്ളതെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഈ ഉള്ളതിന് തന്നെ എവിടെയെങ്കിലും തിരിച്ച് ഈ നഷ്ടപ്പെട്ടു പോയ കാർട്ടിലേജ് ശരിയായിട്ടുണ്ടെന്നുള്ളതിന് തെളിവില്ല. 500 മില്ലിഗ്രാം കഴിച്ചവർക്ക് പോലും, ഈ ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചവർക്ക് പോലും പ്രത്യേകിച്ച് തിരിച്ച് കാർട്ടിലേജ് ഒന്നും ശരിയായിട്ടില്ല, തേയ്മാനം കുറഞ്ഞിട്ടില്ല. പറയുന്നതിൽ തന്നെ ഒരു 5 മുതൽ 10% ആളുകൾക്ക് പെയിൻ കുറഞ്ഞു എന്നുള്ളതാണ്. പെയിൻ കുറഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? പെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവനവൻ തന്നെ അവനവൻ്റെ വേദന റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. അത് ശാസ്ത്രത്തിൽ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതല്ലാതെ അത് വലിയ ഹൈ ക്വാളിറ്റി എവിഡൻസ് അല്ല. ശരിക്കും നമുക്ക് വേണ്ട എവിഡൻസ് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ MRI എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിനകത്ത് ആ അസുഖത്തിൻ്റെ കാര്യങ്ങൾ കുറഞ്ഞു എന്ന് നമുക്ക് തെളിവാണ്. അങ്ങനത്തെ തെളിവുള്ള ഹൈ ക്വാളിറ്റി എവിഡൻസ് ഉള്ള ഒരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ മുട്ടത്തോടായിക്കോട്ടെ, മുട്ടയുടെ അകത്തുള്ള മെംബ്രെയിൻ ആയിക്കോട്ടെ, ഏത് കാര്യമായാലും നമ്മൾ ചുമ്മാ കഴിക്കുന്നതിന് മുമ്പായ പോലും തെളിവുണ്ടോ എന്ന് നോക്കണം. ഇപ്പം പണ്ട് ഈ മഞ്ഞളുടെ കാര്യം പറഞ്ഞ പോലെയാണ്, എന്തായാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലേ, ആൻറ്റിസെപ്റ്റിക് അല്ലേ, ആൻറ്റി ബാക്ടീരിയൽ അല്ലേ, ചുമ്മാ കഴിച്ചോ. ഈ ന്യൂട്രാസൂട്ടിക്കൽ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതൊരു ചികിത്സാ രീതിയായിട്ട് നമ്മൾ കാണരുത് എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊക്കെ തലവേദന വരാറുണ്ട്. ചില ആളുകൾക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. മൈഗ്രെയിൻ ഭയങ്കര ഭീകരമായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഒറ്റമൂലികൾ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട്. നമുക്ക് അത്തരം ഒരു ഒറ്റമൂലി ഒന്ന് കണ്ടു നോക്കാം. എന്ത് സിമ്പിളാ അല്ലേ? നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ, കുരുമുളക്, കുറച്ച് പാല് എല്ലാം ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രോത്തർ വെച്ചൊന്ന് പതപ്പിച്ചെടുത്താൽ നമ്മുടെ ഒറ്റമൂലി റെഡി. ശരിക്കും ഈ ഒറ്റമൂലി കൊണ്ട് മൈഗ്രെയിൻ മാറുമോ? എന്താണ് ഈ മൈഗ്രെയിൻ ആൻഡ് അതിൻ്റെ ഒരു ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്താണ്? മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് വാസ്കുലർ ഹെഡേക്ക് എന്ന് വിളിക്കുന്ന തരത്തിലുള്ള അനേകം തലവേദനകളിൽ ഒന്നായി കണക്കൂട്ടിയിരുന്നു. വാസ്കുലർ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസുമായിട്ട്, ഈ രക്തക്കുഴലുകളായിട്ട് ബന്ധപ്പെട്ട് രക്തക്കുഴലുകളുടെ വികാസം കൊണ്ട് ഉണ്ടാകുന്ന വേദനയെന്ന് കരുതിയിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതി, അതിൻ്റെ ഈ മൈഗ്രെയിൻ യഥാർത്ഥത്തിൽ ഉദയം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൽ തന്നെയാണ്. തലച്ചോറിൽ നിന്ന് തുടങ്ങുകയും അത് ഈ ബ്ലഡ് വെസൽസിൻ്റെ വികാസവും അതിൻ്റെ കൂടെ ചേർന്നുണ്ടാകുകയും അങ്ങനെ അത് തലവേദനയായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് മൈഗ്രെയിൻ എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ വെളിച്ചം, വല്ലാതെ വെളിച്ചം ഉണ്ടെന്നു, വല്ലാതെ ശബ്ദം, അല്ലെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ, തണുപ്പ്, അങ്ങനെ ഏതിൽ നിന്ന് വേണമെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാകുകയും അതിൽ നിന്ന് ഒരു തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടാകുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ലളിതമായിട്ടൊരു വിശദീകരണം എന്ന് പറയുന്നത്, എങ്ങനെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച്. മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് വീണ്ടും വീണ്ടും ഉണ്ടാകുകയും പിന്നെ അത് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സംഗതി പാലിൽ കുറേ സംഗതികൾ എടുത്ത് കലക്കുകയാണ്. അപ്പോൾ അതിലാകെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി, ഇത് വീഡിയോ നിർമ്മിച്ച ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ അടുക്കളയിൽ അപ്പോൾ അത്രയും സാധനം ചിലപ്പം കാണത്തുള്ളായിരിക്കും. അപ്പോൾ അവർ പാലെടുക്കുന്നു, കുറേ പൊടി കലക്കുന്നു, കുടിക്കുന്നു എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും കരുതേണ്ടതില്ല. അപ്പോൾ ഇതിൽ ഈ മഞ്ഞൾ കലക്കുന്നുണ്ട്, മഞ്ഞൾ പൊടി കലക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞളിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ അന്നനാളത്തിൽ കൂടി ചെന്ന് ആമാശയത്തിൽ ചെന്ന് ചെറുകുടലിൽ ചെന്നിട്ട് അവിടെ എങ്ങും ഇത് ആഗിരണം ചെയ്യുക പോലുമില്ല, അവിടെ ആഗിരണം ചെയ്യില്ല. എന്ന് മാത്രമല്ല, ഈ പാലെന്ന് പറയുന്നത് ചിലർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയുണ്ട്. ഡയറ്ററി പ്രൊഡക്ട്സ് ചിലർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. നമ്മൾ ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ, വെയിൽ എന്ന് പറഞ്ഞാൽ, തണുപ്പെന്ന് പറയുന്നത് പോലെ ചിലർക്ക് പാലൊരു ട്രിഗറിങ് ഫാക്ടർ വരാം. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കലക്കി കുടിക്കാൻ പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതും മൈഗ്രെയിനുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ചിലർക്ക് പ്ലാസിബോ ഇഫക്ട്സ് ചിലപ്പം കിട്ടിയേക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ മൈഗ്രെയിൻ മറ്റേ എല്ലാ അസുഖങ്ങളും എന്ന പോലെ മൈഗ്രെയിനിലും
ശരിയായ ചികിത്സ എടുക്കുക എന്നതാണ് വേണ്ടത്. മൈഗ്രെയിനിലെ ചികിത്സകളെന്ന് പറയുന്നത് മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട്. മൈഗ്രെയിൻ അറ്റാക്സ് വരാതെ പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. അതുപോലെ മൈഗ്രെയിൻ അറ്റാക്ക് വന്നാൽ വേദന കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതചര്യയിൽ വ്യത്യാസം വരുത്തിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇത് മൂന്നും ചേർന്നിട്ടാണ് മൈഗ്രെയിൻ്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് ഒരു എന്താ പറയുക, ഒരു കാപട്യം എന്ന നിലയിൽ കണ്ടാൽ മതി. ഓൾറൈറ്റ്, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു റീല് നിങ്ങളിൽ പലർക്കും ചിലപ്പം ഹെൽപ്ഫുൾ ആയേക്കാം. അതായത് നമുക്കറിയാം സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള കാര്യം നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. ഒരു സിനിമ കാണുന്നതിന് മുൻപ് പോലും നമുക്ക് അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ് കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഈ സോ കോൾഡ് ഡോക്ടർ സ്മോക്ക് ചെയ്ത് ലങ്സിനുണ്ടാവുന്ന ഡാമേജ് മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് വരുന്നത്. ആൻഡ് ഇത് തമിഴിലുള്ള വീഡിയോ ആണ്. டெய்லி ஸ்மோக் பண்றீங்களா? டெய்லி வந்து ஒரு பாக்கெட் சிகரெட் காலி பண்றீங்களா? கண்டிப்பா இந்த வீடியோ பாருங்க. நீங்க டெய்லி ஸ்மோக் பண்றீங்க அப்படின்னா கண்டிப்பா வந்து லங்ஸை வந்து டீடாக்ஸ்ஃபை பண்ணி ஆகணும். எப்படி வந்து லங்ஸ் டீடாக்ஸ்ஃபை பண்ணணும் அப்படின்னு சொல்றேன். ஒரு டம்ளர் தண்ணி எடுத்துக்கோங்க, அதுல ஒரு துண்டு இஞ்சி, 1/2 டீஸ்பூன் மஞ்சள் சேர்த்துக்கோங்க, தென் 1 பிஞ்ச் பெப்பர் ஆட் பண்ணிக்கோங்க, தென் வந்து ஒரு பீஸ் வந்து ஏலக்காய், இவ்வளவு போட்டு ஒரு 5 மினிட்ஸ் நல்லாவே வந்து கொதிக்க வச்சுக்கோங்க. கொதிக்க வச்சு அந்த தண்ணியை வந்து நல்லாவே வந்து ஃபில்டர் பண்ணிட்டு 1 ஸ்பூன் ஹனி ஆட் பண்ணிட்டு தாராளமா வந்து நீங்க ஒரு வாரம் ரெகுலரா எடுங்க. எந்த டைம் எடுத்துக்கணும் அப்படின்னு சொல்ற மார்னிங் வந்து ஒரு 11 o'clock நீங்க ரெகுலரா எடுக்கும்போது கண்டிப்பா உங்களோட லங்ஸ் வந்து டீடாக்ஸ்ஃபை ஆயிரும். ആക്ച്വലി ഇത് കുടിച്ചാൽ ഒരു പാക്കറ്റ് സിഗരറ്റ് വരെ ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇപ്പം നേരത്തെ ഡോക്ടർ രാകേഷ് പറഞ്ഞ സെയിം റെസിപ്പിയാണ്. ചായയാണ്, അതിൽ മഞ്ഞൾ, പിന്നെ കുരുമുളക്, കറി മസാല, കറുകപ്പട്ട, ഇഞ്ചി ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എന്താണ് ഇഞ്ചി എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയിൽ ആക്ച്വലി കുറച്ച് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ജിഞ്ചറോൾ എന്ന് പറയുന്ന 6 ജിഞ്ചറോൾ, 6 അതിനെ ഇഞ്ചിയെ ഉണക്കി കഴിയുമ്പോൾ ആ 6 ജിഞ്ചറോൾ എന്ന് പറയുന്ന ചുക്കായിട്ട് മാറും. ചുക്കിലുള്ളതാണ് 6 ഷൊഗോൾ. അപ്പോൾ ഈ 2 സാധനവും സെയിം സാധനം തന്നെയാണ്, പക്ഷെ അത് കൂടുതൽ പോട്ടൻ്റ് ആണ്. അപ്പോൾ ഇഞ്ചിക്കകത്തുള്ള പല സാധനങ്ങളെ പറ്റിയും ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റഡീഡ് ആസ് ദാറ്റ് സ്പെസിഫിക് മോളിക്യൂൾ. ആ മോളിക്യൂളിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇഞ്ചിയായിട്ട് നിങ്ങൾ ഇങ്ങനെ കഴിച്ചത് കൊണ്ട് ഇതിൻ്റെ നേരത്തെ ഡോക്ടർ രാകേഷ് പറഞ്ഞു, 2 തവണ നമ്മളിത് സൂചിപ്പിച്ചായിരുന്നു. ഈ ബയോ അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുമെന്നുള്ളത്. ഇപ്പം ഈ സ്ത്രീ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഇതൊരു ബയോളജിക്കൽ ഇല്ലിട്രസി ആയിട്ടാണ്. കാര്യം നമ്മളുടെ ട്രേക്കിയായും ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് ഞാൻ ചുമച്ചായിരുന്നു, അത് എൻ്റെ ലങ്സിൽ നിന്ന് എൻ്റെ വിൻ പൈപ്പ് വഴി ആണ് ആ ഒരു ഫീലിംഗ് വന്നത്. അപ്പോൾ എൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ലങ്സിൻ്റെ അകത്തുള്ള സീലിയാസ്, അത് ഫ്ലാജലേറ്റ്സ് പോലുള്ള എന്തെങ്കിലും മുടി പോലെ, രോമം പോലുള്ള അങ്ങനെ അൺഡുലേറ്റിംഗ് ആയിട്ട് വേവ് മോഷനിൽ കൂടി നമ്മുടെ ലങ്സിൽ എന്തെങ്കിലും പൊടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കഫം അതിനെ എൻകാപ്സുലേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഡീടോക്സിഫിക്കേഷൻ നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. നമ്മളുടെ വയറ്റിലേക്ക് എന്ത് നമ്മൾ കുടിച്ചാലും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞ പല സാധനങ്ങളിലും ചായ അടങ്ങിയിട്ടുണ്ട്. ചായയുണ്ട്, പിന്നെ കാപ്പി, ചായ, നേരത്തെ ഞാൻ തന്നെ പറഞ്ഞ മറ്റേ ക്യാപ്സ്യൂൾ, ഇതെല്ലാം വയറ്റിൽ ചെല്ലുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ pH ലെവൽ, വയറ്റിൻ്റെ pH എന്ന് പറയുന്നത് ആസിഡിക് പൊട്ടൻസി എന്ന് പറയുന്നത് 2 ആണ്. അതായത് കാറിൻ്റെ ബാറ്ററിയുടെ ആസിഡ് ലെവലാണ് നമ്മുടെ വയറ്റിലുള്ളത്. കാർ ബാറ്ററിയിൽ നമ്മൾ വിരൽ വെച്ചാൽ എന്ത് സംഭവിക്കും? പൊള്ളു മാത്രമല്ല ഭസ്മമായി പോകും. അങ്ങ് എല്ല് പോലും അത് ലിക്വിഫൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോഴത്തേക്കും ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ കംപ്ലീറ്റ്ലി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ലിവറിൽ ചെന്ന് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെറ്റബോളിസം എന്നുള്ള നിലയ്ക്ക് ഇതിനെ മൊത്തം ഇതിനെ ഡീനേച്ചർ ചെയ്ത് ഈ പറഞ്ഞ യാതൊരു എന്താ പറയുക ഒറിജിനൽ ഇഫക്റ്റും ഇതിനുണ്ടാവില്ല. അതും കഴിഞ്ഞിട്ടാണ് ഇത് എന്തെങ്കിലും മെഡിസിനൽ ഇഫക്റ്റ് ഉണ്ടാകും. എന്തിനാണ് ഈ 15 കൊല്ലം ഇവർ പഠിക്കുന്ന ഈ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത്? എന്തിനാണ് ഇൻവിട്രോ സ്റ്റഡീസും ആനിമൽ സ്റ്റഡീസും നടത്തുന്നത്? ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് ദ മോളിക്യൂൾ, ആ മോളിക്യൂളിനെയാണ് നമ്മൾ പൊട്ടൻറ്റൈസ് ചെയ്ത് അതിനെ ഡോസ് കൂട്ടി എന്ത് അസുഖത്തിനാണോ എന്നുള്ളതനുസരിച്ച് പ്രയോഗിക്കുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ ട്രേക്കിയായും നമ്മളുടെ ഇസോഫാഗസും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചുമച്ച് പണ്ടാറടങ്ങി പോകും.
അപ്പോൾ ഈ ചായ കുടിച്ചത് കൊണ്ട് ലങ്സിലേക്ക് ഒരു ഇഫക്റ്റും ഉണ്ടാകില്ല. നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകും, എന്തെങ്കിലും നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വോംത്ത്, ചിലപ്പോൾ നമുക്ക് ഒരു നെഞ്ചിൽ കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ചൂട് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സുഖം തോന്നും. അതൊരു കൗണ്ടർ ഇറിറ്റൻ്റ് ആണ്. പിന്നെ ഒന്നൊരു ലൂസനിങ് ചെയ്യും. അതല്ലാതെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചുക്ക് കാപ്പി അല്ല റമ്മ് കുടിച്ചാലും സെയിം ഇഫക്റ്റ് തന്നെ ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റമ്മ് കുടിക്കരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്മോക്കിങ്ങിന്റെ സൈഡ് എഫക്ട്സ് ഒഴിവാക്കാൻ സ്മോക്കിംഗ് തന്നെ നിർത്തേണ്ടി വരും അല്ലേ? സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ വേറെ കാര്യം, ഈ പറഞ്ഞ സീലിയൊക്കെ കുറെ കാലം കഴിയുമ്പോൾ നശിച്ചു പോകും. അത് ഇനി ഡീറ്റോക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ കരിയിളക്കി കളഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ചിമ്മിനിയുടെ അവസ്ഥയല്ല ശ്വാസകോശത്തിന്റെ അവസ്ഥ. ലങ്സിന്റെ കാര്യമുണ്ടോ? ഇതിപ്പോ 20 സിഗരറ്റ് ദിവസം വലിക്കുന്ന ആളിന് ഈ പറഞ്ഞ കണക്കുള്ള ഈ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് കരികട്ടയായിരിക്കും, ശ്വാസകോശം സ്പഞ്ച് പോലെയാണ്. അതെ, അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഡീറ്റോക്സിഫൈ ചെയ്യണമെങ്കിൽ മറ്റേ നമ്മൾ വീട്ടിലൊക്കെ ബോട്ടിൽ കഴുകുന്ന ബോട്ടിൽ ബ്രഷ് പോലെ വല്ലതുമായിട്ട് കഴുകിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഡാമേജുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അതിനിങ്ങനെ ഡീറ്റോക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല വേറെ കാര്യം ആലോചിക്കണം, ഈ ഹോം റെമഡി എന്ന് പറയുന്നതിനകത്ത് ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഇഞ്ചി, മഞ്ഞൾ, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കാണുന്ന കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് മൈഗ്രെയിനാണോ ലങ്സിലെ പുകയുടെ ഡീറ്റോക്സിഫിക്കേഷൻ ആണോ എന്ന് ഈ മരുന്ന് എങ്ങനെ അറിയും? എല്ലാത്തിനും ഉള്ള ഒരൊറ്റ റെസിപ്പിയേ ഉള്ളൂ. ആദ്യം മറ്റേ ഈ വാരഫലത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, വീക്ക്ലിയിൽ അശ്വതിക്കുള്ളത് ഇത്തവണ എടുത്ത് രേവതിക്ക് ഇടുക എന്ന് പറയുന്നത് പോലെ, ഇത്തവണ മൈഗ്രെയിൻ ഇറക്കിയത് നാളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഫക്കെട്ടിന് ഉപയോഗിക്കാം, കഫക്കെട്ടിന് ഇറക്കിയത് വേണമെന്നുണ്ടെങ്കിൽ നാളെ സോറിയാസിന് ഉപയോഗിക്കാം. ഇതാണ് ഇവരുടെ സിമ്പിൾ ഫോർമുല. അതിനകത്ത് ഇഞ്ചി, കുരുമുളക്, മഞ്ഞള്, തേൻ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പല കോമ്പിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതല്ലാതെ വേറെ ഒരു സാധനം കാണില്ല. ഹാർട്ട് അറ്റാക്ക് മുതൽ BP കുറയ്ക്കാൻ മുതൽ വേണമെങ്കിൽ കുറച്ച് കാന്താരി മുളകും കൂടെ ആവാം. ഇതിന്റെ എല്ലാ ഒരു കോമ്പിനേഷനാണ് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും എന്നുള്ളത് ഈ റീൽസ് കാണുമ്പോൾ അറിയാം. ഇതിനപ്പുറത്തേക്ക് വേറൊരു സാധനമില്ല. അതുകൊണ്ട് ഇനി അത് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതിന്റെ കൂടെ ചേർത്ത് നിർത്തി ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അതായത് ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഭയങ്കര ട്രെൻഡിങ് വേർഡാണ് സോഷ്യൽ മീഡിയയിൽ. എല്ലാത്തിനും ഡീറ്റോക്സ് ആണ്. ഇന്ന വെള്ളം കുടിച്ചാൽ ഡീറ്റോക്സ് സംഭവിക്കും, രാവിലെ എണീറ്റ് ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക അരച്ച് ഐസ് ക്യൂബ്സ് ആക്കി ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുക, ഇങ്ങനെ ഇഷ്ടം പോലെ റെമഡീസ് ഉണ്ട്. സോ ശരിക്കും നമ്മുടെ ബോഡി നമ്മൾ ഡീറ്റോക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിനാണല്ലോ നമ്മൾ ഡീറ്റോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ചില അവയവങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ലങ്സ്, നമ്മുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ പുറത്ത് കളയേണ്ട പല കാര്യങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ കിഡ്നീസ്, ലിവർ, ഇതൊക്കെ നമ്മുടെ ശരീരം ഡീറ്റോക്സ് ചെയ്യാൻ ഉള്ള ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവയവങ്ങളാണ്. അപ്പോൾ ഈ ഡീറ്റോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ അവയവങ്ങളൊക്കെ ഇളക്കി കളയുക എന്നുള്ളതാണ്. ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവയവങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം ഡീറ്റോക്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്നതായാലും, യൂറിയ പുറത്തേക്ക് തള്ളുന്നതായിരുന്നാലും, ലിവർ ആയിരുന്നാലും, ഇപ്പം മദ്യം കഴിച്ചാൽ അതിനെ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി അതിനെ എന്താ പറയുക, പച്ചവെള്ളമാക്കി പുറത്ത് കളയണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലിവറാണ് ചെയ്യുന്നത്. അതാണ് ആ ടോർച്ചറും ആ സ്ട്രെസ് മുഴുവൻ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഡീറ്റോക്സിഫൈ നിങ്ങൾ പ്രത്യേകം പുറത്തുനിന്ന് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്ന എന്ത് കാര്യവും തട്ടിപ്പായിട്ട് അപ്പോൾ തന്നെ പറയാം. ഒരു മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സും ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയില്ല. സയന്റിഫിക്കലി നോ ഡീറ്റോക്സ് റിക്വയർഡ്. നിങ്ങളൊരു ജങ്ക് ഫുഡ് ലവറാണ് എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആവാതെ ഫുൾ കാണുക. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് റെസ്റ്റോറന്റ് പല സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ടോക്സിക് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറും. അതെങ്ങനെ നമുക്കൊന്ന് ഡീടോക്സിഫൈ ചെയ്തെടുക്കാം? അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എന്റെ കമ്പനിയുടെ പേര് വൈറ്റൽ ഗ്രീൻസ് ആണ്. വൈറ്റൽ ഗ്രീൻസ് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഗ്രീൻസിന്റെ പ്രൊഡക്ഷൻ ആണ്. ഈ മൈക്രോ ഗ്രീൻസ് 7 ഡേ സ്റ്റേജിൽ വളർത്തിയെടുക്കുന്ന എല്ലാ പ്ലാന്റിനുള്ള ഒരു സ്റ്റേജ് ആണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അത് നെച്ചർ പ്ലാന്റിനെക്കാളും ബെനിഫിറ്റ്സ്, ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലായതുകൊണ്ടാണ് അതിന് ഇത്ര ഡിമാൻഡ്. ഇത് സാധാരണക്കാർക്ക് എത്രവർക്ക് അറിയും എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഇനി വരും കാലങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള, കാരണം അത്രയും ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ക്വാളിറ്റി കൂടുതലുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. മൈക്രോ ഗ്രീൻസ് എന്തിനാണ് കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കിട്ടുന്ന ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ കഴിക്കുന്നതിന്റെ ഒപ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന, അതിപ്പോൾ മദ്യപാനായിട്ട് ഉപരിയായിട്ട് അങ്ങനെ എന്ത് തരത്തിലുള്ള ടോക്സിൻസ് ഒക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് നമുക്കറിയില്ല. ഇതിന്റെ ഒരു ഡീടോക്സിഫിക്കേഷന് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ, ഡയബറ്റീസ്, ക്യാൻസർ, BP അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനും നോർമലൈസ് ചെയ്യുന്നതിനും ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യാൻ മൈക്രോ ഗ്രീൻസ് സാധിക്കും എന്നുള്ള ഒരുപാട് ശാസ്ത്രപഠനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികൾക്കായിക്കോട്ടെ ഐ ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്, അങ്ങനെ അലർജി പ്രോബ്ലംസ്, അൽഷിമേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ ബെറ്റർ ആക്കുന്നതിന് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. സോ പൊതുവെ ഇത്തരത്തിലുള്ള റീലിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഫിയർ മോങ്കറിംഗ് ആണ്. നന്നായിട്ട് നമ്മളെ പേടിപ്പിക്കും,
നന്നായിട്ട് നമ്മളെ പേടിപ്പിക്കും ആദ്യം തന്നെ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് മൊത്തം പ്രശ്നമാണ്, ഫാസ്റ്റ് ഫുഡ് മൊത്തം നിങ്ങളുടെ ബോഡീനെ ഭയങ്കര കുഴപ്പത്തിലാക്കും. അങ്ങനെ കുഴപ്പത്തിലാക്കി ഇരിക്കുമ്പോൾ ഈ സാധനം കഴിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചാൽ നിങ്ങളുടെ കാര്യം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ പേടിപ്പെടുത്തിയിട്ട് ഇവർ പറയുന്ന മൈക്രോ ഗ്രീൻസ് കഴിച്ചാൽ മതി, നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെ മാറ്റിത്തരും എന്നുള്ളതാണ്. ശരിക്കും മൈക്രോ ഗ്രീൻസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് ഇതിനൊരു സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് പറയുന്നതിലുള്ള അൺസയന്റിഫിക് സൈഡ് എന്താണ്? നമ്മൾ ആരോഗ്യകരമായി ജീവിക്കാൻ വേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണം, ആരോഗ്യകരമായ ജീവിതശൈലി, പിന്നെ ദുശീലങ്ങൾ, നമ്മൾ പുകവലി, മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കുക. ഇതാണ് നമ്മൾ ആരോഗ്യകരമായി ജീവിക്കാൻ വേണ്ടുന്ന സംഗതി. ആരോഗ്യകരമായ ഭക്ഷണം പറഞ്ഞാൽ നമ്മൾ സമീകൃത ആഹാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, പച്ചക്കറി ഉൾപ്പെടുത്തേണ്ടത്, ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പഴങ്ങളും പച്ചക്കറികളും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും, നമ്മൾ വേറെ വിദേശത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന പഴങ്ങളും പച്ചക്കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടുന്ന സംഗതികൾ. അതിൻ്റെ കൂടെ ഉള്ളതാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ലങ്സിൻ്റെ ഡീറ്റോക്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കാമിലാരി കുടിക്കാൻ. ഇത് മദ്യം കുടിക്കുക, ഒരു വശത്തൂടെ കാമിലാരി കൂടെ അടിച്ചു കയറ്റുക, അപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു ഡീടോക്സിഫിക്കേഷൻ ഇല്ല. നിങ്ങൾ മദ്യം കഴിക്കുന്നതിൻ്റെ പ്രശ്നം കാമിലാരി കഴിച്ചാലും തുടരും. അപ്പോൾ എന്താ പ്രശ്നം? ഇയാൾ തെറ്റിദ്ധാരണയിലാണ്. എന്താണ് നമ്മൾ മദ്യം കഴിക്കുന്നതിൻ്റെ കുഴപ്പം ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന തെറ്റിദ്ധാരണയിൽ വീണ്ടും വീണ്ടും കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ചവരുണ്ട് കേരളത്തിൽ. അത്തരത്തിൽ 90കളിലും 2000-ഒക്കെ ഇഷ്ടംപോലെ കുടിച്ചവരുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുകവലിയുടെ കാര്യം. പുകവലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വശത്തൂടെ പുകയും വലിക്കുക, മറ്റു വശത്തൂടെ ഇഞ്ചി വെള്ളം കുടിക്കുക. അതുകൊണ്ട് കാര്യമില്ല. പുകവലി കൊണ്ടുണ്ടായ ദോഷം അവിടെ തുടരും, അത് വീണ്ടും വീണ്ടും കൂടുതലായി വരും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചതുകൊണ്ട്, വ്യായാമമില്ലാത്തതുകൊണ്ട്, അനാരോഗ്യകരമായ ജീവിതശൈലി തുടരുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളെല്ലാം പിന്നെ ഈ എന്താണ് ചില വിത്തുകൾ മുളപ്പിച്ച് ഒരു ഇല വരുന്ന സ്റ്റേജിൽ കഴിച്ചാൽ എല്ലാം സെറ്റായി എന്ന് പറയുന്നത് അങ്ങനെയാണ്. മുളപ്പിച്ച പയർ, നമ്മൾ ഈ മുളപ്പിച്ച പയർ കഴിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇതിനകത്തൊരു പാർഷ്യൽ ട്രൂത്ത് ഉണ്ട്. എന്താണ് സംഭവം? നമ്മൾ ഒരു സീഡ് മുളച്ചു വരുന്ന സമയത്ത് അതിൻ്റെ അതിനകത്തുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള കമ്പോണൻസിന് വ്യത്യാസം വരും. അത് നമുക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാവുന്ന നിലയിലൊരു വ്യത്യാസം വരും. അപ്പോൾ അത് ഈ പറയുന്ന ഒരു ഇല വരുന്ന സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ വരും എന്നുള്ളത് അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇതിൽ കിട്ടുന്നത് എന്താണ്? നമ്മൾ ഈ മുളപ്പിച്ച പയറിലുള്ളത് അതേ പോഷകങ്ങളാണ് ഇതിലും ഉള്ളത്, ഈ പറയുന്ന സംഗതികളുള്ളത്. പക്ഷേ നമ്മൾ ഈ അതിസമ്പന്നതയുടെ അസ്തിത്വ ദുഃഖം പേറുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണം മുടക്കി ഇത് വാങ്ങിച്ച് നമ്മുടെ ആ അസ്തിത്വ ദുഃഖം നമുക്ക് ശമിപ്പിക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാൻസർ ശമിപ്പിക്കാം, പാർക്കിൻസോണിസം, അൾഷിമേഴ്സ്, സകലമാന രോഗങ്ങൾ, BP, ക്യാൻസർ എല്ലാം ശരിയാക്കി കളയാമെന്ന് പറയുന്നത് തട്ടിപ്പാണ്, കള്ളത്തരമാണ്. അപ്പോൾ ആ വഴി പോകാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും പിന്നെ നമ്മുടെ പോക്കറ്റിനും നല്ലത്. നമ്മളുടെ കേരളം എന്ന് പറയുന്നത് എന്ത് ഇട്ട് മുളപ്പിച്ചാലും കൃഷി ചെയ്യാൻ കൃഷി യോഗ്യമായ ഭൂമിയാണ്. തരിശായ ഭൂമി ഏക്കർ കണക്കിന് അങ്ങനെ തരിശായി കിടക്കുകയാണ് കൃഷി ചെയ്യാതെ. അപ്പോഴാണ് ഗ്രോ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഈ പയറിനെ മുളപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരം അഹങ്കാരമാണ് സത്യം പറഞ്ഞാൽ. നമുക്കിവിടെ ആവശ്യം പോലെ ലാൻഡുണ്ട്, പറമ്പുണ്ട്, നമ്മുടെ ബാക്ക് യാർഡുണ്ട്, വീടിൻ്റെ പുറത്ത് നമുക്ക് കൃഷി ചെയ്യാം, നമുക്ക് വിത്ത് വിതച്ച് നമുക്ക് ഉണ്ടാക്കാം, നല്ല വെജിറ്റബിൾസ് കഴിക്കൂ, നല്ല കോഴിമുട്ടയും ഇതൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള സാധനങ്ങളാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഈ മുളപ്പിച്ച പയർ കഴിക്കുക. അവർ ക്ലെയിം ചെയ്യുന്നൊരു സംഗതി ഇതിനകത്ത് പോഷകമൂല്യം കൂടുതൽ കോൺസെൻട്രേഷനിലുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ മുളപ്പിച്ച പയറിലുള്ളതിനേക്കാൾ കോൺസെൻട്രേഷൻ ഈ ആദ്യത്തെ ഇല വരുന്ന സമയത്തുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് മുളപ്പിച്ച പയർ ഇച്ചിരി കൂടുതൽ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടി മത്സരിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഭക്ഷണം, ആരോഗ്യകരമായ ജീവിതശൈലി ഇത് തുടരാനാണ് യഥാർത്ഥത്തിൽ എല്ലാ ആരോഗ്യകരമായ ഉപദേശങ്ങളും ഉള്ളത്.
ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കഴിക്കുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റമൂലിയായിട്ട് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതല്ലേ ഒരു അൺസയന്റിഫിക് പാർട്ട്? തീർച്ചയായിട്ടും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഓൾറൈറ്റ്, ഇനി ഒരു ക്ലെൻസിങ്ങും കൂടെ നമുക്ക് കാണാം. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്, യൂട്രസ് ക്ലെൻസ്. നമ്മൾ നേരത്തെ കണ്ട അതേ സാധനങ്ങൾ തിരിച്ചു മറിച്ചും വേറെ രൂപത്തിൽ ഉണ്ടാക്കി തരുന്നതാണ്. വ്യത്യാസമുണ്ട്, മ്യൂസിക്കിൽ വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്, പാത്രത്തിൽ വ്യത്യാസമുണ്ട്. കുറച്ചും ആദ്യത്തേത് സ്ലോ മോഷൻ ആയിരുന്നു, ഇത് കുറച്ചും കൂടി നല്ല ഫോട്ടോഗ്രാഫി ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കംപ്ലീറ്റ് കണ്ടന്റ്, ഏത് കണ്ടന്റ് എടുത്താലും നല്ല എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ അന്തം വിട്ടു. ആ മാക്രോ ലെൻസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടും ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് യൂട്രസ് ക്ലെൻസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ എസ്ട്രസ്, ഈ പട്ടി, പൂച്ച, എലി മുതലായ ജീവികളെല്ലാം അവരുടേതായ എസ്ട്രസ് പീരീഡിൽ തന്നെ ഇത് ക്ലെൻസിങ്. പക്ഷേ പട്ടിക്കും പൂച്ചയ്ക്കും ഈ മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പക്ഷെ പ്രൈമേറ്റ്സിലൊക്കെ ഉണ്ട്. നമ്മളെ പോലുള്ള പ്രൈമേറ്റ്സിനൊക്കെ 29 ദിവസം റഫ്ലി അറൗണ്ട് ദാറ്റ് പീരിയഡ് നമ്മൾക്ക് ഈ മെൻസ്ട്രുവേഷൻ നടക്കുന്നതാണ്. ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ സൈക്കിളിൻ്റെ അവസാനത്തിൽ ഈ യൂട്രസിൻ്റെ ലൈനിങ്ങിലുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ് കംപ്ലീറ്റ് ഫ്ലഷ് ഔട്ട് ചെയ്ത് ആ മ്യൂക്കസ് മെംബ്രെയിൻ വീണ്ടും അത് കംപ്ലീറ്റ് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും അത് റീബിൽഡ് ചെയ്യുന്നതാണ് ഈ മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ. അവിടെ ഓൾറെഡി ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളായിട്ട് ഇത് ഡീടോക്സിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു കോമൺ സെൻസിൻ്റെ കാര്യമാണ്. കാരണം ഈ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വയറ്റിലാണ് പോകുന്നത്, അല്ലാതെ ഇത് യൂട്രസിലോട്ടുള്ള കണക്ഷൻ ഇല്ല, ലങ്സിലോട്ടുള്ള കണക്ഷൻ ഇല്ല, ഒന്നും അവിടെ എത്തില്ല. അതിനു വേണ്ടിയുള്ള ബയോ അവൈലബിലിറ്റി, വി നീഡ് ടു ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ഓൺ വാട്ട് ഇസ് ബയോ അവൈലബിലിറ്റി. ഈ ഇഞ്ചക്ഷനാണ് ഏറ്റവും, അല്ലെങ്കിൽ ഇപ്പം ഏനൽ സപ്പോസിറ്ററി, ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, ഇൻഹലേഷൻ, ഇങ്ങനെയുള്ള പല രീതിയിലൊരു മെഡിസിനെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഈ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളെ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പല വിധത്തിലുള്ള പഠനങ്ങളിൽ കൂടി നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പാരസെറ്റമോൾ തന്നെ നമുക്ക് സപ്പോസിറ്ററി ആയിട്ട് ഉപയോഗിക്കാം, ഇഞ്ചക്ഷനായിട്ട് ഉപയോഗിക്കാം, ഓറലി എടുക്കാം. ഇതിനെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ശരീരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, ആഗിരണം ചെയ്യുന്നത്. അതിനുശേഷം ഇത് എക്സ്ക്രീറ്റും ചെയ്യും. എത്രമാത്രം എക്സ്ക്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായ പഠനങ്ങളുണ്ട്. ഏതൊരു മരുന്നെടുത്താലും ഇങ്ങനെ ഒരു പഠനം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിൽ നമ്മൾ ഈ ചായ കുടിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ചായ കുടിക്കുന്നു, നിങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നു, അതിൽ നിങ്ങൾ നാരങ്ങ ഇട്ടാലും ഇഞ്ചി ഇട്ടാലും ഒരു വ്യത്യാസവും വരുന്നില്ല. ബിക്കോസ് അത് സമൂലമായിട്ടാണ് ചേർക്കുന്നത്. ആയുർവേദ മരുന്നുകൾ എങ്ങനെയാണോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ സമൂലമായിട്ട് മൊത്തത്തിൽ ഇതിന് ചായയായിട്ട് കഴിക്കുകയാണ്. ഇതിലുള്ള എന്തെങ്കിലും വസ്തുവിന് എന്തെങ്കിലും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ പോലും അതിന് ആ അളവിലേക്ക് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കണ്ടന്റിൽ ആദ്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് ഉണ്ട്, ആ ടോക്സിൻസിനെ പുറത്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ചായയും ഇതെല്ലാം കുടിക്കുക. ഇവരൊന്നും വിൽക്കുന്നില്ല. ഇവരെന്താണ് വിൽക്കുന്നത്? ഐബോൾസ്. ദേ സെല്ലിങ് ഐബോൾസ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ശ്രദ്ധ ആ വീഡിയോയ്ക്ക് പോകുന്നു, അതിൽ നിന്നും പരസ്യം ഉണ്ടാകുന്നു, അവരുടെ കാര്യം നടക്കുന്നു. നമ്മൾ പോലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനെ ഡീബങ്ക് ചെയ്യാൻ വേണ്ടി നമ്മളും ഇത് കാണുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ക്രീനിൽ മൊത്തം വരുന്നത് ഈ യൂട്രസ് ക്ലെൻസിങ്ങും ഈ പറഞ്ഞ മുഖത്തുള്ള ഈ മറ്റേ മെൻസ്ട്രുവൽ മാസ്കിനെ പറ്റി മാത്രമാണ്. ഇത് എനിക്കുണ്ട്, എൻ്റെ ഫീഡ് മൊത്തം ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ആണ് വരുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ആൽഗോരിതം ഹാസ് ആക്ച്വലി ടേക്കൺ ഓവർ അവർ ലൈഫ്സ്. സോഷ്യൽ എഞ്ചിനീയറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം വിറ്റ് പോകുന്നത് ഈ ഒരു ഭീതി വ്യാപാരത്തിലൂടെയാണ്. അത്തരം ഭീതി, അതെ, ഫിയർ മോങ്ങറിങ്. അപ്പൊ ആ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോയും കൂടെ നമുക്ക് കാണാം. കോക്കനട്ട് ഓയിൽ ഇൻഡസ്ട്രിയുടെ ഡാർക്ക് സൈഡ് ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ ഒരുപാട് കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനി വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓൺ ലേബലിൽ അവർ കോക്കനട്ട് ഓയിൽ നമുക്ക് തരും. പക്ഷേ അവർ നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ എത്ര പെർസെന്റേജ് കോക്കനട്ട് ഓയിൽ വേണമെന്നാണ്. ഓക്കെ, സോ അത് നമ്മുടെ എത്തിക്സ് അനുസരിച്ച് നമ്മൾ അങ്ങനെ മാറ്റം വരുത്തുന്നുള്ളതാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ മെയിൻ മിക്സ് ചെയ്യുന്നത് ഇതൊരു ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞ പെട്രോളിയം ബൈ പ്രൊഡക്റ്റ്. അത് എഡിബിൾ അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് അതിൽ മിക്സ് ചെയ്യുന്നത് ഈ ഒരു ലോ ക്വാളിറ്റി കുക്കിംഗ് ഓയിൽ, അതല്ലെങ്കിൽ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ സിന്തറ്റിക് ഓയിൽസ് മിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. സോ കോക്കനട്ട് ഓയിൽ പ്രശ്നമാണോ?
വളരെ നല്ലൊരു സംഭവമാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുമോ നമ്മൾ കഴിക്കുന്ന വെളിച്ചെണ്ണ എല്ലാം പ്രശ്നമാണെന്ന്. അപ്പം ഞാനിത് തിരിച്ചറിയാനായിട്ടൊരു ടെസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ആദ്യം ആ ടെസ്റ്റ് പറയുന്നതിന് മുമ്പ് ഏറ്റവും അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ എന്തിനാണ് മായം ചേർക്കുന്നത്? മായം ചേർക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അത് സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രധാന ഉദ്ദേശം അയാൾക്ക് ആക്ച്വലി വിൽക്കേണ്ട സാധനത്തിനേക്കാൾ വില കുറഞ്ഞ മറ്റൊരു സാധനം, ഒരു ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ കൂടെ ചേർത്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ പാരഫിൻ ചേർക്കുന്നു, ലിക്വിഡ് പാരഫിൻ ചേർക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് വളരെ കാലമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലിക്വിഡ് പാരഫിൻ ഈസ് എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ദാൻ കോക്കനട്ട് ഓയിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആരും നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ലിക്വിഡ് പാരഫിൻ വില കൂടിയ ഒരു വസ്തു വില കുറഞ്ഞ ഒരു വെളിച്ചെണ്ണയേക്കാൾ വില കൂടിയ ഒരു വസ്തു നിങ്ങൾക്ക് ഒരിക്കലും ചേർത്ത് തരില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അതിനകത്ത് സംശയം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് എങ്ങനെ ഇത് അറിയാൻ പറ്റും? അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള ഓയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചീപ്പായിട്ടുള്ള കുക്കിംഗ് ഓയിൽ ചേർക്കാം. നമുക്കിത് എങ്ങനെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ പ്യുവർ ആണോ എന്ന് നിങ്ങളാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? വെളിച്ചെണ്ണ നിങ്ങൾ തണുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്നവരാണെങ്കിൽ, പീരിമേടോ അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെളിച്ചെണ്ണ ഉറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൃത്യമായിട്ട് വെളിച്ചെണ്ണ ഉറയും. പക്ഷേ ഈ പാരഫിൻ ഉണ്ടല്ലോ, പാരഫിൻ ഉറയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടി പിടിക്കണം എന്നുണ്ടെങ്കിൽ -20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പാരഫിൻ കട്ടിയാവില്ല. ഇനി വേറെ പല ഓയിലുകളുടെ കാര്യം എടുക്കൂ. നിങ്ങളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്, സൂര്യകാന്തി എണ്ണ ഇല്ലെങ്കിൽ സോയാബീൻ ഓയിലാണ് എടുക്കുന്നത് വയ്ക്കുക, അതിൻ്റെയൊക്കെ കട്ടുപിടിക്കാനുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -10 ഡിഗ്രിയാണ്. നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചാൽ പോലും അത് ഒരുമാതിരി ക്ലൗഡി ആവും, വെളുത്ത പാട പോലെ ഉണ്ടാവും എന്നല്ലാതെ ഒരിക്കലും അത് കട്ടി പിടിക്കില്ല. ബാക്കിയുള്ള എണ്ണ നോക്കാം. അതായത് മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണ ഇല്ലെങ്കിൽ എള്ളെണ്ണ, നല്ലെണ്ണ എന്ന് പറയുന്ന സാധനം, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10 ഡിഗ്രി 12 ഡിഗ്രിയിലാണ് പലപ്പോഴും കട്ടയാവാറ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത്, വെളിച്ചെണ്ണയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്ന കട്ടിയാകുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത് പാം ഓയിലാണ്. 24-25 ഡിഗ്രിയിൽ പാം ഓയിൽ കട്ടിയാവും. പക്ഷേ പാരഫിനാണ് ചേർത്തിട്ടുള്ള ഒരു എണ്ണയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത് പാരഫിൻ ഈസ് ലൈറ്റർ ദാൻ കോക്കനട്ട് ഓയിൽ, ഡെൻസിറ്റി കുറവാണ്. അത് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് വരും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഫ്ലോട്ട് ചെയ്യാൻ വരണം, കാര്യം ഡെൻസിറ്റി കുറവാണ്. അതിനോടൊപ്പം ഫ്രിഡ്ജിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ താഴെ വെളിച്ചെണ്ണ കട്ടി പിടിക്കുകയും മുകളിൽ പാരഫിൻ കട്ടി പിടിക്കാതെ ലിക്വിഡായിട്ട് കിടക്കുകയും വേണം. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ പാരഫിൻ ആഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എണ്ണ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം പരീക്ഷിച്ച് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വേറെ ഈ പറയുന്നത് പോലെ അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള എണ്ണകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല വെളിച്ചെണ്ണയുടെ മണം, നിങ്ങൾക്ക് പാം ഓയിലിൻ്റെ മണമായാലും വെളിച്ചെണ്ണയുടെ മണമായാലും ഒക്കെ തിരിച്ചറിയില്ലേ? പാരഫിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ തിരിച്ചറിയാൻ പറ്റുന്ന മണമൊന്നുമില്ല. പക്ഷേ പാരഫിൻ ആഡ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം പാരഫിൻ ഈസ് യൂഷ്വലി എക്സ്പെൻസീവ് ദാൻ വെളിച്ചെണ്ണ എന്നുള്ളതാണ്. കോസ്റ്റ് വൈസ് നിങ്ങൾക്ക് ആരും നിങ്ങളെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വില കൂടിയ സാധനം വാങ്ങിച്ച് മായം ചേർത്ത് വരില്ല. നിങ്ങൾക്ക് ഒരു മുട്ടായി വാങ്ങിക്കുമ്പോൾ ആരും അതിനകത്ത് സ്വർണ്ണം മായമായിട്ട് ചേർത്ത് വരില്ല നിങ്ങൾ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്നുള്ളത് ഓർത്തത് നല്ലതാണ്. What are the limitations of Nadi Pariksha? It requires years of practice to do well. It's not something you can master from a weekend course. It is subjective, depends on the sensitivity and experience of the physician. It should never replace objective tests in emergencies like ECG or blood test scans. Also, beware of so-called automated pulse scan machines. They cannot replicate what an experienced hands can sense. സോ അടിപൊളി ഒരു പരിപാടിയാണ് ഈ നാഡി പരീക്ഷ അല്ലേ? അപ്പോൾ എന്താണ് ഈ നാഡി പരീക്ഷ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അൺസയന്റിഫിക് സൈഡ് എന്താണ്? ഓക്കെ, നാഡീ പരീക്ഷ എന്ന് പറയുന്നത് 3 വിരൽ വെച്ചിട്ട് നമ്മുടെ പൾസ്, അത് പുരുഷന്മാർക്കാണെങ്കിൽ വലത്തേ കൈ, സ്ത്രീകൾക്കാണെങ്കിൽ ഇടത്തേ കൈയിൽ വാത പിത്ത കഫ, ഇങ്ങനെ 3 വിരൽ വെച്ചിട്ട് നമ്മളുടെ പൾസ് സെൻസ് ചെയ്തിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എന്ത് രോഗവും അവർ ഡിറ്റർമിൻ ചെയ്ത് പറയും എന്നുള്ളതാണ്. സോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. ഹൈ, അത് കൊള്ളാമല്ലോ, ഈ വിരൽ വെച്ചിട്ട് രോഗം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇതെങ്ങനെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് റീഡിങ്. കോൾഡ് റീഡിംഗ് എന്ന് വെച്ചാൽ ആളിനെ അവർക്ക് കാണാൻ പറ്റും. ആളിനെ കണ്ടിട്ട് ആളിൻ്റെ പ്രായം, അദ്ദേഹം വരുന്ന രീതി, ശ്വസിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഏകദേശം, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ, ഡയബറ്റീസ്, ഇതൊക്കെ ഒരു സാമാന്യം ഒരു നല്ലൊരു ശതമാനം, അറ്റ്ലീസ്റ്റ് ഒരു 50% ഉള്ള പോപ്പുലേഷനിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗം കാണും. അപ്പോൾ ഇതൊക്കെ തള്ളി വിട്ടിട്ട് അവിടെ സ്കോർ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്?
ഇത് ഉടായിപ്പാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ പൾസ് വെച്ച് നോക്കിയിട്ട് ഡയബറ്റീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ലിവർ ഡിസോർഡർ ഉണ്ടെന്നോ ഏത് ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ആണെന്നോ ക്യാൻസേഴ്സിൻ്റെ സ്റ്റേജ് ഏതാണെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം നമ്മൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങും ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്ങും മാത്രമേ ഈ പൾസ് കൊണ്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നും എത്ര പമ്പ് ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ പ്രഷറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കാം. എന്നാൽ പോലും ഈ ഹൃദയത്തിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്താണ്? ഹൃദയത്തിൽ വാൽവ്സിന് എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ? ഏതെങ്കിലും ഏട്രിയത്തിൽ എന്തെങ്കിലും പമ്പിങ്ങിലും എന്തെങ്കിലും തകരാറുണ്ടോ? ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തുക. അതായത് പേഷ്യൻറ്റിനെ കാണാതെ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ 150ഓളം ആൾക്കാരെ ഈ നാഡീ പരീക്ഷയുടെ ടെസ്റ്റ് നടത്തിയതിൽ വെറും 50-50 ഹിറ്റിംഗ് ആണ് മരിച്ചിരുന്നത്. യാതൊരു വിധത്തിലുള്ള ഒരു പീക്കും നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അതായത് ഇതിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇവർക്ക് ഈ ടെസ്റ്റിങ്ങിൽ കൂടി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇത് വെറും 100% ഉടായിപ്പാണ്. ഇതിൽ യാതൊരു ഫാക്റ്റുമില്ല. മാത്രമല്ല ഒരുപാട് ഇവർ മാത്രമല്ല ചെയ്യുന്നത്. ഈ നാഡീ പരീക്ഷ എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണത്. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് ഇവർ ഈ പറഞ്ഞ കണക്കുള്ള ആൾക്കാരുടെ രോഗങ്ങൾ നിർണ്ണയിക്കുമെന്നാണ് പറയുന്നത്. ഇൻഫാക്ട് ഇന്ന് നമ്മളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഇപ്പം 12 ലീഡിൻ്റെ ട്രെഡ്മിൽ ടെസ്റ്റും 16 ലീഡിൻ്റെ അങ്ങോട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഹോൾട്ടർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇത്രയൊക്കെ ടെസ്റ്റുകൾ നടത്തുന്നത്? ഹാർട്ടിൻ്റെ എക്സാക്ട് കണ്ടീഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഡ്യൂറേഷൻ. സ്ട്രെസ്സ് ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇൻക്ലൈനിൽ വെച്ച് ടെസ്റ്റ് ചെയ്യും. ആ പേഷ്യൻറ്റിനെ ഒരു 48 മണിക്കൂർ ആ ഹൃദയം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കും. അതിൻ്റെ ഒരു അഗ്രിഗേറ്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയെങ്കിലും ഹാർട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ടോ, ഹാർട്ട് ബീറ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ ഈ വിരൽ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് വിരൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ? ഈവൻ ഹാർട്ടിൻ്റെ കണ്ടീഷൻ പോലും ഈ വിരൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു കാര്യം എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ പോലും, ഇപ്പോൾ ഒരു എക്സ്പെൻസീവ് വണ്ടി വാങ്ങിച്ചു നോക്കിയാൽ BMW അല്ലെങ്കിൽ മെർസിഡീസ് ബെൻസോ, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ പോലും അതിൻ്റെ സർവീസ് റെക്കോർഡ് പോയി നോക്കും. ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണോ ചെയ്തത്, കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നതാണോ, അല്ലെങ്കിൽ സ്കാനറുള്ള വർക്ക്ഷോപ്പിലായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും എറർ കോഡും ഒക്കെ ഇൻ്റർപ്രെറ്റ് ചെയ്യാനായിട്ട്. എന്നാലും മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചാൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങിച്ചാൽ പോലും നിങ്ങൾ അതിനുള്ള ഒരു മര്യാദ കാണിക്കും. പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശരീരം വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മെർസിഡീസ് ബെൻസ് കൊണ്ട് വെട്ടിരുമ്പും ചുറ്റിലും വെച്ച് പണി ചെയ്യുന്ന ഒരു മേസിരിയുടെ കൊണ്ട് കൊടുക്കുന്ന അതേ അവസ്ഥയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു പിണ്ണാക്കോ അറിഞ്ഞൂടാത്ത ആളുകളുടെ അടുത്ത് കൈ നീട്ടിപ്പോയി അസുഖം ചോദിക്കുന്ന ആളുകളെ വേണം തല്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഏറ്റവും മിനിമം വേണ്ട ബോധമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 3 വിരൽ വെച്ചിട്ട് അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ അറിഞ്ഞൂടാ, വാത സ്പൈക്ക്, പിത്ത സ്പൈക്ക്, കഫ സ്പൈക്ക് എന്നൊക്കെയാണ്. ഇങ്ങനെ ഒരു സ്പൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം പൾസ് മെഷീൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്? അതായത് അതിന് മെഷീനുണ്ട്, വാത പിത്ത കഫ അറിയാനുള്ള മെഷീനുണ്ട്, അത് ഉപയോഗിച്ചാൽ ശരിയാവില്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിനെ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഈ പൊതുവേ ഒരു ബിഷക്കുവരന്, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്ലിനീഷ്യന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോയെന്ന് അറിയാം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള അസുഖം നടുവേദനയാണെന്ന് വരുന്നവനെ ചുമ്മാ അടിക്കുക, നിങ്ങൾക്ക് L4 L5 അല്ലേ പ്രശ്നം, MRI എടുത്തിട്ടുള്ളവ L4 L5 എന്നൊക്കെ കണ്ടിട്ടുണ്ടോ, അവൻ വരണ്ടു. അവൻ പറയും എൻ്റെ അമ്മ എൻ്റെ കൈ തൊട്ടുടനെ അയാൾ പറഞ്ഞു നടുവേദനയാണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 40-50 വയസ്സായുള്ള ഒരാൾക്ക് നിങ്ങൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നില്ലെന്ന് ചോദിക്കാൻ വലിയ പാടാണോ? കാര്യം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സാധ്യതയുള്ള കുറേ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് പറയുന്നത്. ഇന്നലെ ഞാൻ ഇതുപോലെ ഒരു നാഡീ പരീക്ഷ ചെയ്യുന്ന വേറൊരു ആളിനെ കണ്ടു. പുള്ളി കുറേ അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ ചുറ്റും പിടിച്ച് നിർത്തിയിട്ട് അവരെയൊക്കെ കൈപിടിച്ച് നോക്കിയിട്ട് പറയുകയാണ് അവരൊക്കെ ദൈവത്തിനെ പോലെ അയാളുടെ മുന്നിൽ തൊഴുതുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വെറും തട്ടിപ്പും ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ ഒട്ടും എൻകറേജ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. വൺ മോർ തിങ്, നമ്മൾ എന്തുകൊണ്ടാണ് ചിലർ ചോദിക്കും അവർ ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാണ് അവരെ എതിർക്കാൻ പോകുന്നത്? കാര്യം അസുഖമുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓരോ തവണ ഓരോ മണിക്കൂറും ചിലപ്പോൾ ഓരോ ദിവസവും നമ്മളുടെ രോഗത്തെ മൂർച്ഛിപ്പിക്കാൻ നമ്മൾ കാരണം, ഇതുപോലുള്ള കപട വൈദ്യന്മാർ കാരണം, ഇതുപോലുള്ള ഇൻഫ്ലുവൻസസ് കാരണം നമ്മൾ ആ ഒരു ടൈമിനെ നമ്മൾ പാഴാക്കി കളയാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സമയം നമുക്ക് തിരിച്ച് കിട്ടില്ല.
ഒരു അസുഖം ഇങ്ങനെ മൂർച്ഛിച്ച് പിന്നെ അതൊരിക്കലും അത് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നൊരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ ദാറ്റ് വി ഡു ദിസ്. താങ്ക് യു. ഓൾറൈറ്റ്, ഇനി ഓഡിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാം. ചോദ്യങ്ങളായി തന്നെ ചോദിക്കാൻ ശ്രമിക്കുക, സമയപരിമിതിയുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും കുറഞ്ഞ 30-50 പ്രാവശ്യമൊക്കെ ചലിക്കുന്ന ഈ പങ്കജകസ്തൂരി ഉണ്ടല്ലോ, പങ്കജാക്ഷൻ കസ്തൂരി, മുട്ടുവേദന, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു ആയുർവേദിക് പ്രൊപ്രൈറ്ററി ഡ്രഗായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഈ ഡ്രഗ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ പല മെഡിസിൻസ് ഉണ്ടെന്ന്, അവരുടെ മെഡിക്കൽ പ്രിപ്പറേഷൻസ് പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ആയുർവേദിക് മെഡിക്കൽ പ്രിപ്പറേഷൻസ് ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, അത് ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ് എന്ന നിലയിൽ ഇറക്കാറുണ്ട്. ഏതെങ്കിലും പഴയ ക്ലാസിക്കൽ ആയുർവേദിക് ടെക്സ്റ്റുകളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്സ്റ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ അതിന് വേറെ യാതൊരു തരത്തിലുള്ള പരിശോധനയുടെ ആവശ്യമില്ല, ഒരു പരിശോധനയുടെ ആവശ്യമില്ല. അത് അക്സെപ്റ്റഡ് ആണ്. അത് പ്രിപ്പയർ ചെയ്യുകയും പുറത്തിറക്കുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിലേതെങ്കിലും ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ചേർക്കുന്ന ഒരു ചെടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് ഒരു പാർശ്വഫലം ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചാൽ പോലും അതിനെ തടയാൻ നമുക്ക് സാധ്യമല്ല. കാരണം അത് ക്ലാസിക്കൽ ആയുർവേദിക് പ്രിപ്പറേഷൻ എന്ന നിലയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു സംഗതിയാണ് നമ്മൾ ഈ പിന്നീട് വരുന്ന പ്രൊപ്രൈറ്ററി മെഡിസിൻസ് ആയിട്ട് വരുന്ന അങ്ങനെയുള്ള ആയുർവേദിക് പ്രിപ്പറേഷൻസ്. അത്തരം പ്രിപ്പറേഷൻസിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണിക്കണം, ചെറിയൊരു തെളിവ് കൊടുക്കണം. അപ്പം നമ്മൾ വിചാരിക്കും ആധുനിക വൈദ്യശാസ്ത്രം പരിശോധിക്കുന്നത് പോലെയുള്ള വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഘട്ടം ഘട്ടമായ പരിശോധനാ മാർഗങ്ങളിലൂടെ ആണ് കാണിച്ച് ഈ അതോറിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങുമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. അത് വളരെ ചെറിയ ഒരു 1, 2, 3 ആളുകളിൽ കാണിച്ച് ഒരു കണക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതിന് അനുമതി വാങ്ങിച്ചെടുത്താൽ മതി. ഇതൊന്നും വലിയ പ്രയാസമുള്ള ഒരു സംഗതിയേ അല്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് എന്ത് ക്ലെയിം വേണമെങ്കിലും വെച്ചുകൊണ്ട് വിറ്റഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആകപ്പാടെ ഉള്ളത് ഈ GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു സംഗതി പാലിക്കണം. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഗതിയാണ്, ഇത് ആയുർവേദിക് പ്രിപ്പറേഷൻസിനെ സംബന്ധിച്ച് വലിയ സംഗതിയാണ് എന്നൊരു ധാരണ ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പല ഡോക്ടർമാർക്ക് പോലും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇത് ഇത് മരുന്ന് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ഉണ്ട് എന്നുള്ളത് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാനിടയാകുന്നൊരു സംഗതിയാണ്. ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ്, കുറേ പച്ചക്കറികളെ ചേർത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സാമ്പാറിന് വേണ്ടി എടുക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, പച്ചക്കറികളും അതുപോലെ അതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളെ, അതിന് ഉപയോഗിക്കുന്ന ഇന്ധനം, അത് ഉണ്ടാക്കുന്ന ഏരിയ, അത് സ്റ്റോർ ചെയ്യുന്ന പാത്രം, ഇതെല്ലാം വൃത്തിയുള്ളതായിരിക്കണം, അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇതാണ്, അങ്ങനെ ക്വാളിറ്റിയുള്ള സാമ്പാർ ഉണ്ടാക്കുന്നു എന്നതാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാമ്പാർ ക്യാൻസർ ഭേദമാക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. ഇതിൽ ഈ പാലിച്ചു പോരുന്ന ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് പാലിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഈ കമ്പനികളുടെ പുറത്ത് അതോറിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരോട് എവിഡൻസ് ചോദിക്കുക എന്ന് പറയുന്ന സംഗതി വലിയ ബുദ്ധിമുട്ടേറിയ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ വിറ്റഴിച്ചു പോകുന്നു. ക്ലാസിക്കൽ ആയുർവേദിക് പ്രിപ്പറേഷൻസ് ആയിട്ട് വിറ്റഴിക്കുന്നു, പ്രൊപ്രൈറ്ററി മെഡിസിൻസ് ആയിട്ട് വിറ്റഴിച്ചു പോകുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന സംഗതി മെഡിസിനാണ്. ഏത് നമ്മുടെ CDSCO അനുമതി കൊടുത്തിട്ട് വിറ്റഴിക്കുന്ന മെഡിസിനാണ്. പക്ഷേ ഇതേ സംഗതി കടൽ കടക്കുമ്പോൾ ആ സപ്ലിമെൻ്റാണ്. അതാത് നാടുകളിലെ അവസ്ഥ അനുസരിച്ച് പലചരക്ക് തൊട്ട് സപ്ലിമെൻ്റ് വരെ ആയി മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യക്ക് പുറത്ത് ഇതൊന്നും മരുന്നല്ല. ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്തും ഇതൊന്നും മരുന്നല്ല. അവിടെ എല്ലാം ഇത് വിറ്റഴിക്കുന്നത് സപ്ലിമെൻ്റായിട്ടും പലചരക്കായിട്ടും ഒക്കെ വിറ്റഴിച്ചു പോരുന്ന സംഗതിയാണ്. അപ്പോൾ ഇന്ത്യയിലും അത് പലചരക്കാണ്. നമ്മൾ അത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ മറ്റൊരു രാജ്യത്ത് തെളിവ് ചോദിക്കുന്ന സ്ഥലങ്ങളിൽ അത് പലചരക്കായി മാറുമെങ്കിൽ അത് തെളിവ് ചോദിക്കാത്ത സ്ഥലത്തും അത് പലചരക്കാണെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പം ഇവിടെ കുറേ ഡീടോക്സിഫിക്കേഷൻ ടാബ്ലറ്റ്സും പിന്നെ ഫേഷ്യൽ ടാബ്ലറ്റ്സും തന്നെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ ഫീൽഡിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ ഫാറ്റ് ലോസ് ടാബ്ലറ്റ്, പിന്നെ ഫാറ്റ് ലോസിനുള്ള റെമഡീസ് ലൈക്ക് ഹണി, ഈ നാരങ്ങ വെള്ളം, ഗ്രീൻ ടീ, അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ ഫാറ്റ് ലോസിനുള്ള സപ്ലിമെൻറ്റ്സ്, പിന്നെ ഇതര വൈദ്യങ്ങൾ,
പിന്നെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഈ വേസർ ലൈപ്പോസെക്ഷനൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചികിത്സകൾ പല കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊന്നാണ് ലൈപ്പോസക്ഷനെ കുറിച്ച് ചോദിച്ചത്. നമ്മുടെ തൊലിക്കടിയിൽ കൊഴുപ്പ് അടിയുന്നത് നീക്കുന്ന ഒരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയറുള്ള നീക്കുന്ന പ്രക്രിയയാണ് ലൈപ്പോസക്ഷൻ. അപ്പോൾ അത് ഒരു മറ്റ് സർജിക്കൽ പ്രൊസീജിയർ പോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ചെയ്യുന്ന ഒരു സർജൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പം അത് ഒരു വൈദ്യോപദേശത്തോടെ കൂടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റ് മരുന്നുകൾ ഉപയോഗിച്ചും ഒക്കെയുള്ള ചികിത്സകൾ ഈ വെയിറ്റ് റിഡക്ഷനോട് ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതും ഈ മെഡിക്കൽ സൂപ്പർവിഷനോടുകൂടി മാത്രം ചെയ്യേണ്ടുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഈ അമിതവണ്ണം ഉണ്ടായിരിക്കുന്ന ആളുകൾക്ക് അതൊരു മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉള്ളപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് പോകേണ്ടുന്നത്. അല്ലാത്ത എല്ലാ ഘട്ടത്തിലും ആരോഗ്യകരമായൊരു ജീവിത രീതി പിന്തുടരുക, എക്സസൈസ് ചെയ്യുക, ഭക്ഷണത്തിൽ നമ്മൾ ആരോഗ്യകരമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വ്യത്യാസം ഈ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുന്നതും സമീകൃതമായ ആഹാരം കഴിക്കുന്നതും പഴങ്ങളും പച്ചക്കറികളും എന്ന് പറഞ്ഞാൽ WHO റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു ദിവസം 400 ഗ്രാമെങ്കിലും എന്ന് വെച്ചാൽ ഏകദേശം 1/2 കിലോയ്ക്കടുത്ത് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോഗ്യകരമായ ജീവിത രീതിയാണ് എപ്പോഴും റെക്കമെൻഡ് ആയിട്ടുള്ളത്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 1/2 മണിക്കൂറെങ്കിലും ഒരു ദിവസം വേഗത്തിൽ നടക്കുന്നതാണ് ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത്. അത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഈ ആരോഗ്യകരമായ ജീവിത രീതിയിൽ അപ്പുറത്ത് പറ്റാത്ത വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇത് ചികിത്സ എന്ന നിലയിൽ വൈദ്യോപദേശത്തോടു കൂടി ചെയ്യേണ്ടതുള്ളൂ. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മിക്കവാറും എല്ലാ ടൗണിലെല്ലാം ഉണ്ട്. അതായത് കട്ടിലാണ്. കട്ടിലെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന പരസ്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു കട്ടിലെ നിങ്ങൾ കിടത്തിക്കഴിഞ്ഞാൽ 78 തരം രോഗങ്ങൾ നിങ്ങളുടെ നട്ടലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ കിടത്തി 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ രോഗം കണ്ടുപിടിച്ച് ഏകദേശം 1 മാസം കിടക്കുമ്പോഴത്തേനും ശരീരത്തിലുണ്ടാകുന്ന 78 തരം രോഗം മാറുമെന്നാണ്. അപ്പം ഞാനിത് ശരിക്കും ഒന്ന് അന്വേഷിച്ചപ്പോഴേ ഈ കട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ റോളറുകളാണ്. ഇതിനകത്തൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഈ റോളർ ചെറുതായിട്ട് കറങ്ങും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ആൾക്ക് ഈ നട്ടലിനോട് ചേർന്ന് മലർന്ന് കട്ടലിന് അടിഭാഗത്ത് വരാത്തക്ക ഇതാണ് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു അതായത് റോളിൽ ശരിക്കും ഉരുളുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ കേട്ടുള്ളത്. ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ 6-7 മാസമേ ആയുള്ളൂ തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ അവിടെ രാവിലെ 5 മണിക്ക് ഒരാൾ വന്നു നിന്നാൽ അയാൾക്ക് ടോക്കൺ കിട്ടുന്നത് 11 മണിക്കാണ്. അതായത് തുടക്കത്തിൽ അവർ പരസ്യം കൊടുത്ത് ആളില്ലായിരുന്നു. പക്ഷേ കൊട്ടാരക്കരയുടെ കിഴക്കൻ ഭാഗങ്ങളായ അഞ്ചൽ, കടയ്ക്കൽ, അതുപോലെ ആര്യങ്കാവ്, പത്തനാപുരം, കൂടൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ക്യൂ വന്ന് നിൽക്കുവാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതഭാഗത്തുള്ള ആൾക്കാരാണ് ഈ രാവിലെ തന്നെ വണ്ടിയും വിളിച്ചിങ്ങ് വരുവാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് തൊപ്പിയൊക്കെ വെച്ച കുറച്ച് ആൾക്കാർ. അപ്പം ഈ ഒരു കട്ടിലിൻ്റെ വിലയെന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപയാണ്. ഞാനിത് ഗൂഗിളിലെടുത്ത് നോക്കിയപ്പോൾ ദക്ഷിണ കൊറിയയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോടുകൂടി ഇന്ത്യയിലെ ഒട്ടുമിക്ക പട്ടണങ്ങളിലും ഇത് വിൽക്കുന്നുണ്ട്. അവർ അവകാശപ്പെടുന്നത് ഇതാണ്. ഞാൻ ഇത് കണ്ടപ്പോഴാണ് ഇത് പറയാൻ ശ്രമിച്ചത്. ഇന്ത്യയിൽ വളരെ പഴയ ഒരു നിയമമുണ്ട്, ആരും അധികം അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു നിയമമാണ്. ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് ഓഫ് 1954. അതിൻ്റെ സ്കെഡ്യൂളിൽ കുറേ രോഗങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഈ 78 രോഗങ്ങളിൽ അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ചെറിയ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ അത് ഫയൽ ചെയ്താലും മാക്സിമം കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കട്ടിലിൻ്റെ വില എന്ത് വരും? ഒരു 50,000, 60,000, 1,70,000 രൂപ. സംഭവിക്കാൻ പോകുന്നത് ഇത്ര മാത്രം. അതായത് ഫയൽ ചെയ്താൽ ആദ്യത്തെ ഒഫൻസിന് 5,000 രൂപ, രണ്ടാമത്തെ ഒഫൻസിന് 10,000 രൂപ. ഈ 5,000, 10,000 രൂപ ഫൈൻ അടിക്കണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലം ഇത് കോടതിയിൽ കിടക്കും. അതിനുള്ളിലും എത്ര കട്ടിൽ വിറ്റ് കാണും അല്ലേ? അപ്പോൾ അവർക്ക് ഇത് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ വെച്ച് ഫൈൻ അടച്ചുകൊണ്ടിരിക്കാം ഒരു കട്ടിലിൻ്റെ പുറത്ത്.
മനസ്സിലായില്ലേ? ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സാഡ് റിയാലിറ്റി. ഇനി ഒരു കാര്യം, ഈ കട്ടിലല്ല മൊന്തയായാലും കട്ടിലായാലും കിണ്ടിയായാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഒരു വളരെ സിമ്പിൾ ചോദ്യമാണ്. എസൻസിൻ്റെ തന്നെ സ്ലോഗനും അത് തന്നെയാണ്, എവിഡൻസ് ചോദിക്കുക. നിങ്ങൾ ഈ പറയുന്ന ക്ലെയിമിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കെപ്റ്റിക്, ഒരു റാഷണലിസ്റ്റ്, ഒരു ചിന്തകൻ, സാമാന്യ ബുദ്ധിയുള്ള, മനനം ചെയ്യാൻ ശേഷിയുള്ളവനാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം തെളിവുണ്ടോ? അനുഭവം നമ്മൾ എടുക്കുന്നില്ല. അനുഭവം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ 78 രോഗങ്ങൾ മാറുമെന്ന് പറയുന്നത് അതും ശരീരത്തിൽ കൂടി ഒരു റോളറിൽ കൂടി കിടന്ന് നിങ്ങളുടെ രോഗം മാറുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ ഇത് അത്ഭുതമല്ല. കാരണം നമ്മൾ ഇവിടെ ഒരു കൊട്ടാരമുണ്ടല്ലോ, കളിക്കള കഴിഞ്ഞ് പോകുന്ന ഒരു കൊട്ടാരം. അവിടെ പണ്ട് മഹാരാജാവ് ഇതുപോലൊരു കട്ടിലുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരന്മാർ, അത് പോർച്ചുഗീസുകാരന്മാർ കൊണ്ട് കൊടുത്ത കട്ടിലാണ്, പഞ്ചവർണ്ണ കട്ടിൽ. അതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും. അതിൽ കിടന്നാൽ കുട്ടികളുണ്ടാവും. അവിടെ കട്ടിൽ ആണും പെണ്ണും കിടക്കണമെന്നൊന്നുമില്ല, പക്ഷെ അതിനകത്ത് കിടന്ന കുട്ടി ഉടനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സംഗതി. തെളിവുണ്ടോ എന്ന് ചോദിക്കുക. തെളിവില്ലാത്ത ഒരു സാധനവും നമ്മൾ എടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരു കമന്റ് കൂടെ പറയാം. നിങ്ങളൊരു റോഡ് റോളർ പോലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇത് കയറി കഴിഞ്ഞാൽ ഇനി വേദനയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ അതിനും ക്യൂ നിൽക്കാൻ ആള് കാണും. ഇത് പക്ഷെ സത്യമാണ് കേട്ടാ, പിന്നെ വേദനകളെ ഉണ്ടാവില്ല. അതിൽ ഒരു പോയിന്റ് കൂടി പറയാനുണ്ടായിരുന്നു. നിങ്ങൾ സൂചിപ്പിച്ചതിലൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ നമ്മൾ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, വേറൊരു, ഇപ്പം ലേറ്റായി, പുള്ളി വരാൻ വൈകും. അതായത് നരേന്ദ്രമോദിയെ നമുക്ക് വിമർശിക്കാം, പിണറായി വിജയനെ വിമർശിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമുക്ക് വിമർശിക്കാൻ നമുക്ക് ധൈര്യം കുറയുന്നുണ്ടെങ്കിൽ അവരാണ് ഇവിടം ഭരിക്കുന്നത്. അപ്പം നിങ്ങൾ അവരെ ഭയക്കുന്നു, നിങ്ങൾക്ക് പേര് പറയാൻ പോലും ധൈര്യമില്ല. സോ ദാറ്റ് ഈസ് എ ബിഗർ പ്രോബ്ലം. ഓൾ റൈറ്റ്. സോ നമ്മൾ നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആസ് എ കൺക്ലൂഷൻ എനിക്ക് CR-നോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ പ്രോണായിട്ടുള്ള ആളുകളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നത്, ഈ കട്ടിൽ വാങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഡീറ്റോക്സ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്, നമ്മളത് വി ആർ സപ്പോസ് ടു ബിലീവ് ദാറ്റ്. അങ്ങനെ ഒരു പ്രക്രിയ ഉള്ളത് കൊണ്ടാണ് നമ്മളത് വിശ്വസിച്ച് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമുക്കുള്ളപ്പോൾ ഈ സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ എന്ത് ആൻറ്റിവൈറസ് ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ നമുക്ക് സ്വയം ട്രെയിൻ ചെയ്യാം? അതൊരു വളരെ നല്ല ചോദ്യമാണ്. എല്ലാവർക്കും അവരവരുടെ മക്കളെ മോഡേൺ മെഡിസിൻ വിടണം എന്നാണ് ആഗ്രഹം. ആയുർവേദം ചികിത്സ എടുക്കുന്നവർക്ക് പോലും മോഡേൺ മെഡിസിൻ വേണം. പക്ഷേ മോഡേൺ മെഡിസിൻ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെല്ലാം കള്ളന്മാരാണ്, കെമിക്കൽ വെച്ച് ചികിത്സിക്കുന്നവരാണ്. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരും എൻ്റെ മോനെ ജനിക്കുമ്പോൾ പോലെ ഹോമിയോ അല്ലെങ്കിൽ നാട്ടുവൈദ്യനാക്കണം എന്നൊന്നും പറഞ്ഞ് വളർത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി ആയി പോകുന്നത് വേറെ കാര്യം, അല്ലാതെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നോക്കൂ, ഇതിൻ്റെയൊക്കെ വളരെ സിമ്പിൾ സൊല്യൂഷനാണ്. നമ്മുടെ മസ്തിഷ്കത്തിന് ദഹിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇഞ്ചി നാരങ്ങ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ മാറ്റും. വെളുത്തുള്ളി ഇഞ്ചി നാരങ്ങ ആണെങ്കിൽ ആ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ മൂത്ര സംബന്ധമായിട്ടുള്ള രോഗം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിനകത്ത് ചെറിയൊരു വ്യത്യാസമാണ്. ഡീറ്റോക്സ് ഫാറ്റ് കുറയ്ക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ്, അതിനകത്ത് വേറൊരു പ്രൊപ്പോർഷനിൽ ഉപയോഗിക്കുന്നു. ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉള്ളപ്പോൾ ഇത് പോരെ എന്നുള്ളതാണ്. ഇന്നലെ ഡോക്ടർ രാകേഷുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഫേസ്ബുക്ക് കണ്ടാൽ തോന്നും ഇവരെല്ലാവരും ആയുർവേദ കോളേജിൻ്റെയും നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് ക്യൂ നിൽക്കുകയാണെന്ന്. നാട്ടുവൈദ്യന്മാരത്തെ കുറേ 1-2 വലിയ കാറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ആയുർവേദ കോളേജിൻ്റെ OP-യിൽ അല്ലെങ്കിൽ ഹോമിയോയുടെ OP-യിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്ന അവസ്ഥയാണെന്നുള്ളതാണ് സത്യം. അതായത് പ്രത്യേകിച്ച് അവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ആരും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഗുമ്മിന് കമൻ്റ് അടിക്കാം, അല്ലെങ്കിൽ ഹോമിയോ സപ്പോർട്ട് ചെയ്തൊരു തംസപ്പ് ഇടാം, ഇത് പറയുന്നവരെ നേരെ തെറി വിളിക്കാം. ഇത് നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു രീതിയാണ്. ഇതൊക്കെ കെമിക്കൽസും ഭയങ്കര ഇതൊക്കെയാണ്. പക്ഷേ നിവർത്തിയില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുള്ള അറിയാൻ സമയമാകുമ്പോൾ നേരെ മോഡേൺ മെഡിക്കൽ ആശുപത്രിയിൽ പോകും. ആരും നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരുത്തനെ എടുത്തുകൊണ്ട് ഇതുവരെ ഹോമിയോ ആശുപത്രി പോയതാരും ഞാൻ കണ്ടിട്ടില്ല. അതാണെന്ന് ഉറപ്പാണെങ്കിൽ നേരെ അങ്ങോട്ട് വരും. ഗ്യാസ് മറ്റേതാണെന്നൊക്കെ വിളിച്ച് തെറ്റിദ്ധരിച്ച് 1-2 പേരോ ഹോമിയോപതിയിലോ അല്ലെങ്കിൽ ആയുർവേദത്തിനകത്തൊക്കെ പോയാൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനവൻ്റെ ആരോഗ്യമാണ്. സ്വന്തം ആരോഗ്യം നോക്കണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ തെളിവുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെയുള്ള ഹോം റെമഡീസ്, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റമൂലി എന്നുള്ള വാക്ക് കണ്ടാൽ അങ്ങോട്ട് പോകരുത്. കാര്യം രോഗം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്. നമ്മൾ വിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറയാറുണ്ട്. 100 കണക്കിന് കാരണങ്ങൾ കൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ കാരണം അറിഞ്ഞ് കൃത്യമായി അതിന്
വേണ്ട ചികിത്സ എടുക്കുക ഉള്ളത് ആധുനിക വൈദ്യത്തിൽ മാത്രമാണ്, വേറെ ഒന്നിനകത്തും ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. നമ്മളെ തന്നെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. So on that note, we are concluding this session. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റൈറ്റ് ആളുകളോട് ചോദിക്കുക. നമ്മൾ ഈ റീൽസിൽ കണ്ട പോലെ ഉള്ള ആളുകളോട് പോയി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, അവർ പറയുന്നത് അപ്പാടെ വിഴുങ്ങാതിരിക്കുക. സോ ലെറ്റ് എവിഡൻസ് ലീഡ്. താങ്ക് യു സോ മച്ച്.